നല്ല സമയത്തിനായിട്ട് വീണ്ടും സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വേദിയിലേക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ പാസ്റ്റർ കെ ജോസഫ്, ഇവാഞ്ചലിസ്റ്റ് ഷിജു, അതുപോലെ തന്നെ ഇന്ന് കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ആജി എം പോൾ, അതുപോലെ തന്നെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം, സ്തോത്രം. ആ നാമവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്ന ആങ്കിലേക്ക് നോക്കിയൊരു പ്രകാശത്തിൽ അവരുടെ മുഖം ലജിച്ചു പോയതുമില്ല. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ. വളരെ പ്രതീക്ഷയോടെ ഹല്ലേലൂയ ഇന്ന് സന്ധ്യാസമയത്ത് നാം കടന്നു വന്ന് നാം ദൈവത്തിൻ്റെ മുഖം നോക്കുകയാണെങ്കിൽ സ്തോത്രം, നമ്മുടെ മുഖം ലജ്ജിപ്പാനായിട്ട് ദൈവം ഒരിക്കലും ഇടയാക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് സന്ധ്യാസമയം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാമല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസനിലൂടെ നാം കേൾക്കുന്ന ദൈവശബ്ദം, സ്തോത്രം, ഹല്ലേലൂയ, അത് ഏറ്റെടുപ്പാനായിട്ട് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ നമുക്ക് ഇരിക്കാമല്ലോ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിപ്പാനായിട്ട് ഹല്ലേലൂയ ദൈവയുടെ ആക്കണേ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള സമയങ്ങളിൽ ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇരുന്നു കൊള്ളുന്നു. പാസ്റ്റർ കെ ജോസഫ് അവറുകൾ, ഈ ഹെഡ്ക്വാർട്ടർ പ്രാദേശിക സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ഷിജു വർഗീസ് അവറുകൾ, ഇന്നത്തെ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ഈ സദസ്സിലിരിക്കുന്ന എനിക്ക് ഏറ്റവും ബഹുമാനരായിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, നിങ്ങളെല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ മണവാട്ടി സഭയെ ദൈവവചനം കൊണ്ട് അഭിസംബോധന ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തന്ന ഈ ഭാഗ്യ പദവിക്കായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. യോഗ്യതകൾ മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അത് പരിഗണിക്കാതെ ദൈവം എന്നെ യോഗ്യനാക്കി, സ്വർഗത്തിൻ്റെ കൃപ കൊണ്ട് എന്നെ നിറച്ചു, അവസരങ്ങൾ തന്നു. ദൈവം എന്നെ അയക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും കർത്താവിനെ ഉയർത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ജീവിതത്തിലുള്ളൂ. നിങ്ങളും ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഒരു വാക്ക് ആ കാര്യം കൂടി ഒന്ന് ഓർപ്പിക്കാൻ ദൈവാത്മാവിനെ പ്രേരിപ്പിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ കുടുംബമായി മല്ലപ്പള്ളിക്കപ്പുറം, ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കോട്ടയത്ത് പോകുന്ന റൂട്ടും മല്ലപ്പള്ളിക്കപ്പുറം മങ്കുഴിപ്പടി എന്നൊരു സ്ഥലമുണ്ട്. ആ ദേശത്ത് ഞങ്ങൾ പാർത്തുകൊണ്ട് ഒരു പുതിയ പ്രവർത്തനം വെണ്ണിക്കുളം ഗോസ്ബൽ സെൻ്ററിനോട് ബന്ധത്തിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശനിയാഴ്ച വൈകിട്ട് ഒരു ചെറിയ പ്രാർത്ഥന ഇവിടെയുണ്ട്. 10-15 പേരോളം ഇപ്പോൾ കൂടി വന്നുകൊണ്ടിരിക്കുന്നു. 4-5 മാസങ്ങളെ ആയുള്ളൂ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട്. നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടായ്മയിലൊക്കെ പൊതുവിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. കർത്താവിന് ഞങ്ങൾ പ്രയോജനപ്പെടട്ടെ. നമുക്ക് ഒരുമിച്ച് നിത്യതയിൽ പ്രാർത്ഥനയ്ക്കൊക്കെ വളരെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. ഒരു പ്രാവശ്യം കൂടി നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം. ഒരു നിമിഷം കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകല് നമ്മളോട് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ഈ രാത്രിയിലും ശക്തമായി ദൈവിക അരുളപ്പാടുകൾ നമ്മളോട് അറിയിക്കണമേ എന്ന് ഹൃദയം തുറന്ന ആത്മാർത്ഥമായി ഞാൻ പിന്നെയും ആവർത്തിക്കുന്നു. നിങ്ങൾ ആരംഭ സമയം മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കലും അത് കുറവായി പോയതുകൊണ്ടല്ല ഒരു വാക്കുകൂടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. നിശ്ചയമായും അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് ഞാൻ വളരെ ആശ്ചര്യത്തോടെ വായിച്ചൊരു വാക്യമാണ്. അഗ്രഗണ്യനായിരിക്കുന്ന അറിവുകൾ കൊണ്ട് നിറയപ്പെട്ട ശക്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ ദൈവോധനവുമായി എഴുന്നേറ്റ് നിൽക്കുമ്പോഴൊക്കെ സഭയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ പറയാറുണ്ടായിരുന്നു. കാരണം ദൈവോധനം ശുശ്രൂഷിക്കുമ്പോൾ പ്രാർത്ഥനയുടെ പിൻബലമുണ്ടെങ്കിൽ വചനത്തിൻ്റെ വാതിൽ തുറന്ന് കിട്ടുകയുള്ളൂ എന്ന് ആ ശക്തനായ അഭിഷിക്തൻ അറിയാമായിരുന്നു. അതുകൊണ്ട് നിങ്ങളോടും ഒരു പ്രാവശ്യം കൂടി ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. എനിക്ക് വേണ്ടി ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇവിടെ നടക്കുന്ന വചന ശുശ്രൂഷ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ പ്രകാശനങ്ങൾ അത് വികാസനങ്ങളായി മാറേണ്ടതിന്, നമുക്കത് വലിയ ജ്ഞാനമായി ദൈവകൃപയായി നമ്മുടെ മധ്യത്തിലേക്ക് ഒഴുകി വരേണ്ടതിന് വേണ്ടി നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സമയം വളരെ ചുരുക്കമാണല്ലോ നമ്മുടെ മുമ്പിൽ. ആത്മാവിൽ ശക്തമായി എല്ലാവരും മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ. തിരുവചനത്തിൻ്റെ മർമ്മങ്ങളെ മറനീക്കി ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടുത്തുമാറാകണമേ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറണം. ഞങ്ങൾക്കത് വിടുതലായി മാറണം. പകൽ നമ്മോട് സംസാരിച്ചതുപോലെ ചില വാതിലുകൾ ഇന്ന് രാത്രിയിലും ദൈവം തുറക്കപ്പെടേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളൊരു പ്രാവശ്യം കൂടി അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഉയർത്തുവാനുള്ളത്, ഞങ്ങൾക്ക് ഉയർത്തി പറയാനുള്ളത് അങ്ങയുടെ നാമമല്ലാതെ മറ്റൊന്നുമില്ലായകയാൽ ഈ രാത്രിയിലും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ വചനവുമായി അടിയൻ നിൽക്കുന്നു. ദൈവകൃപ അടിയിലേക്ക് പകരണമേ. ക്രൂശിൻ്റെ മറവിൽ മറയുകയാ. ഈ ജനത്തെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മക്കളെ, അഭിഷിക്തന്മാരെ ഒരുമിച്ച് ഇന്ന് രാത്രി വചനം കൊണ്ട് പോഷിപ്പിക്കണമേ. കർത്താവേ, ആത്മാവ് ഉച്ചരിക്കാൻ തരാത്ത ഒരു വാക്കും എൻ്റെ വായിൽ വരരുത്. ആത്മാവ് പറയുന്നതൊന്നും മറയപ്പെടരുത്. അത് പ്രകാശിക്കപ്പെട്ട് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കകത്ത് പൊതിയണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ഒരു പ്രാവശ്യം കൂടി സ്തുതിച്ചാട്ടെ ദൈവത്തെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മളൊരു വിഷയം ചിന്തിച്ചു വരികയായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യത്തെ വായിച്ചാണ് നമ്മൾ ഇന്ന് പകൽ കാര്യങ്ങളെ തുടങ്ങി വെച്ചത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ രാവിലെ ഓർപ്പിച്ചിരുന്നു, രാവിലെ ഇല്ലാത്ത ചില മുഖങ്ങളെ ഞാൻ കാണുന്നത് കൊണ്ട് അവർക്കൊരു ലിങ്ക് കിട്ടാൻ വേണ്ടി ഒരു മുഖവരെ അതിൽ നിന്ന് 1-2 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് കയറാം. സ്തോത്രം. അവിടെ നോക്കൂ, 24-ാമത്തെ അധ്യായം ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 45-ാമത്തെ വാക്യത്തിനകത്ത് തിരുവെടുത്തുകളെ തിരിച്ചറിയേണ്ടതിന് കർത്താവ് അവരുടെ ബുദ്ധിയെ തുറന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, 24-ാമത്തെ അധ്യായം ഒരു തുറന്ന അധ്യായമാണ്.
വേദപുസ്തകത്തിനകത്ത് തുറക്കുക എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയായും ഒരു അധികാരമായും എഴുതിയിട്ടുണ്ട്. രാവിലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് അതെല്ലാം. ഞാൻ പറഞ്ഞല്ലോ, അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിനകത്ത് ആ വാതിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരിൽ ആരോ വന്ന് തുറന്നതൊരു സാധാരണ സംഭവമാണ്. ആ വാതിൽ ആർക്കും തുറക്കാം, ആർക്ക് വേണമെങ്കിലും തുറക്കാം. പക്ഷേ മർക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്ന തുറന്നു വരട്ടെ എന്നുള്ള യഫദ എന്ന് പദം പറയാൻ അത് അധികാരമുള്ളവനെ കൊണ്ടേ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കണം ദൈവമക്കളെ, നമ്മുടെ യേശുവിനെ കൊണ്ട് മാത്രമേ അടഞ്ഞു കിടക്കുന്ന പല സത്യങ്ങളെ തുറന്നു കൊണ്ടുവരുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഞാനിന്ന് പകൽ അതിൻ്റെ മർമ്മം നിങ്ങളോട് പറഞ്ഞു. യേശു ജയിച്ചവനാകയാൽ. വെളിപ്പാട് പുസ്തകത്തിനകത്ത് 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. യോഹന്നാൻ കരഞ്ഞു. എന്തിനു വേണ്ടിയാണ് യോഹന്നാൻ കരഞ്ഞത്? പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിക്കാനും ആളെ കാണാത്തത് കൊണ്ട് യോഹന്നാൻ വല്ലാതെ കരഞ്ഞു. ആ സമയത്താണ് ഒരുവൻ വന്നിട്ട് പുസ്തകം കയ്യേറ്റു വാങ്ങിയത്. യോഹന്നാന് ഭയങ്കര സന്തോഷമുണ്ടായി. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ഈ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ, അതിൻ്റെ മുദ്രയോടുള്ള ബന്ധത്തിൽ, അത് തുറക്കുന്നതിനുള്ള ബന്ധത്തിൽ യോഹന്നാന് ഇത്രമാത്രം വൈകാരികമായിരിക്കും ദുഃഖമുണ്ടാകാൻ കാരണം. ഞാൻ പറഞ്ഞു, അവിടെ പാടുന്ന പാട്ട് വീണ്ടെടുപ്പിന്റെ പാട്ടാ പാടുന്നത്. അങ്ങനെയാണെങ്കിൽ പുസ്തകത്തിനകത്ത് വീണ്ടെടുപ്പിനെ സംബന്ധിക്കുന്ന എന്തോ കാര്യങ്ങൾ അന്തർലീനമായിരിക്കുന്നു. ആ വീണ്ടെടുപ്പിന്റെ പദ്ധതികൾ പൂർണ്ണമായി വെളിപ്പെട്ട് വരണമെങ്കിൽ ഈ പുസ്തകം തുറന്നേ പറ്റത്തുള്ളൂ. അതൊരു ദൂതന് തുറക്കാൻ പറ്റത്തില്ല, അത് ഗബ്രിയേലിനോ മീഖായേലിനോ തുറക്കാൻ പറ്റത്തില്ല, അതൊരു 24 മൂപ്പന്മാരിൽ ഒരുവനെ കൊണ്ട് തുറക്കാൻ പറ്റത്തില്ല. അത് തുറക്കണമെങ്കിൽ മരണത്തെയും പാതാളത്തെയും ജയിച്ച ജയപേരി മുഴക്കിയ യേശുവിനെ കൊണ്ട് തുറക്കാൻ പറ്റത്തുള്ളൂ. പകൽ ഞാൻ ഓർപ്പിച്ചല്ലോ, ദൂത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം. ആരെല്ലാം കൊട്ടി അടച്ചു വെച്ചാലും, എത്ര പൈശാചിക ശക്തികൾ, എത്ര പാരമ്പര്യ ശക്തികൾ കൊട്ടി അടച്ചു വെച്ചാലും, ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടി ആത്മാവിൽ ആ ദൂത് ഓർപ്പിക്കാം. ജയം പ്രാപിച്ചവൻ, തുറക്കാൻ അധികാരമുള്ളവൻ നിന്റെ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, നിന്റെ സഭക്കകത്തുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ആത്മാവിൽ പ്രവചിച്ച് പറയാം, നിന്റെ ജീവിതത്തിനകത്ത് വാതിൽ അടയപ്പെടത്തില്ല, സഭക്കകത്ത് വാതിൽ അടയപ്പെടത്തില്ല, കുടുംബത്തിനകത്ത് നന്മയുടെയും അനുഗ്രഹത്തിന്റെയും വാതിൽ അടയത്തില്ല. അതടയ്ക്കാൻ ദുഷ്ടന് കഴിയത്തില്ല. അവൻ അടയ്ക്കട്ടെ, എത്ര ശക്തമായും കൊട്ടി അടയ്ക്കട്ടെ, പക്ഷെ തുറക്കാൻ അധികാരമുള്ളവൻ എൻ്റെ കൂടെയുണ്ട്. എത്ര ശക്തമായി അവൻ കൊട്ടി അടച്ചാലും, എത്ര ബലമുള്ളതെന്ന് പറഞ്ഞ് അവൻ അടച്ചാലും, എത്ര വർഷം പഴക്കമുള്ളതെന്ന് പറഞ്ഞ് അടച്ചാലും, അതിനെ തുറക്കാൻ അധികാരമുള്ളവൻ എൻ്റെ കൂടെയുണ്ട്. സ്തോത്രം. അപ്പം നോക്കൂ, ഞാൻ ഈ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, ഇന്ന് രാവിലെ നമ്മുടെ സഹോദരന്മാർ ഇല്ല, അവരുമായിട്ട് ഞാൻ അല്പസമയം സംസാരിച്ചപ്പോൾ അവരുമായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. നമ്മൾ പലപ്പോഴും ഈ പ്രശ്നത്തെയാണ് വലുതായി കാണുന്നത്. നമ്മൾ ദൈവത്തെ വലുതായി കാണാൻ പലപ്പോഴും പരാജയപ്പെടുന്ന ഒരാൾക്കാരാണ്. ഞാൻ രാവിലെ അവരോട് പറഞ്ഞ കാര്യമാണത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് ഭയങ്കര ഗൗരവകരമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. എൻ്റെ പൊന്ന് ദൈവമേ, നടക്കുമോ? ഇതെങ്ങനെയാണ്? ഞാൻ ആകെപ്പാടെ ടെൻഷനിലാണ്. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുക? ദൈവം എന്നെ സഹിഷ്ണുതയാണെന്നറിയാമോ നമ്മുടെ ദൈവത്തിന് ഇതൊക്കെ കേൾക്കുമ്പോൾ? സ്തോത്രം. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണമുണ്ട്. സ്തോത്രം. എൻ്റെ കുഞ്ഞ്, അവനിപ്പോൾ ഇളയവന് 4-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചു. അവന് ഞങ്ങൾ ബൈക്കിലോ അല്ലൊക്കെ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് ആനേനെയൊക്കെ അവന് പപ്പേ ആന നിർത്തു വണ്ടി എന്ന് പറയും. ഞാൻ നിർത്തി അവനെ കാണിച്ചു കൊടുക്കും. കാരണം ഇപ്പം അവൻ ആനേനെ കാണേണ്ട സമയമാണ്. ഇപ്പം അവന് ആനയെ കാണാം, അവൻ ആശ്ചര്യമാണ് ആനയെ കാണുന്ന. സ്തോത്രം. എനിക്കിപ്പോൾ 38 വയസ്സായി. എൻ്റെ പപ്പയുണ്ട്, പപ്പയും വാഹനം ഓടിക്കുന്ന ആളാണ്. ഞാനും പപ്പയും കൂടി പോവുക. അന്നേരം ഒരു ആനയെ കാണുമ്പോൾ പപ്പയെ വണ്ടി നിർത്തതേ ആന എന്ന് പറഞ്ഞാലോ? സ്തോത്രം. ആന വലുതായില്ല, ആന ചെറുതുമായില്ല, പക്ഷെ ഞാൻ വളർന്നു. എൻ്റെ മോനിപ്പോഴും 4 വയസ്സേ ഉള്ളൂ. അവനിപ്പോഴും ആനയെ കാണേണ്ട പ്രായം. അവൻ ആനയെ കാണുമ്പോൾ ആശ്ചര്യമാണ്. പ്രൈസിലോ. പക്ഷേ എനിക്ക് ആനയെ വലിയ കാര്യമൊന്നുമല്ല. ഇപ്പോൾ തുമ്പ റോക്കറ്റ് വിക്ഷേപണത്തിൽ പോയി കഴിഞ്ഞ ദിവസം വിട്ട് എന്താ പറയുന്ന ചൊവ്വയിലേക്ക് വിട്ട ഗ്രഹം കണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുന്ന ആ ഉപകരണം കണ്ടെങ്കിൽ അതെനിക്ക് ആശ്ചര്യമായി തോന്നുന്നത്. കാരണം അതെൻ്റെ ജീവിതത്തിൽ ആശ്ചര്യമായ സംഭവമാണ്. അപ്പോൾ എന്താ പറയുന്നത്, ഞാൻ വളരും തോറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിക്കൊണ്ടിരിക്കും. സ്തോത്രം. എനിക്ക് വലിയ ഗൗരവമായിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളർച്ചയിൽ മുറ്റി നിൽക്കുന്ന ഏറ്റവും ഉന്നതനായ ഉന്നത സമുന്നതനായ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ വിഷയമെന്ന് പറഞ്ഞ സംഭവമില്ല. അവൻ ഒതുക്കാൻ കഴിയാത്തത്, അവന് വിടർത്താൻ കഴിയാത്തത്, അവന് പരിഹരിക്കാൻ കഴിയാത്തത്, അവന് ആശ്ചര്യമെന്ന് പറഞ്ഞ സംഭവമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ രാവിലെ പറഞ്ഞൊരു കാര്യമില്ലേ, പ്രൈസ് ദി ലോർഡ്, ഹൈലി എക്സ്പ്ലോയിറ്റ് ആയിട്ടുള്ള ഹൈഡ്രജനും അതുപോലെയുള്ള കത്താൻ സഹായകമായിരിക്കുന്ന ഓക്സിജനും ഒരുമിച്ച് കൂട്ടിയിണക്കി തീ കെടുത്താനുള്ള വെള്ളം തമ്പുരാൻ ഉണ്ടാക്കി തന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കി, ഇത് രണ്ടും വിഘടിച്ച് ഹൈഡ്രജനെ ഓക്സിജനെ വേർപെടുത്തി രണ്ടിനെ തീയോട് അടുപ്പിച്ച ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. പക്ഷേ ഇത് രണ്ടും ഒരുമിച്ച് കയറി തീയിലേക്ക് ഒഴിച്ചാൽ തീ കെട്ടുപോകും. സ്തോത്രം. അപ്പോൾ നോക്കി, ആ ദൈവത്തിന് ആ പച്ചവെള്ളത്തെ ഒന്നുകൂടി ഒന്ന് വക മാറ്റി പ്രൈസ് ദി ലോർഡ് വീഞ്ഞാക്കി തീർക്കുന്ന വലിയ കാര്യമൊന്നുമല്ല.
നമുക്കാ പച്ചവെള്ളം കാണുമ്പോൾ പച്ചവെള്ളം വേണ്ട വീഞ്ഞായി, നമുക്കാ ഇതൊക്കെ ആശ്ചര്യം. ദൈവത്തിന് ആശ്ചര്യമെന്നൊരു സംഭവമില്ല. ഞാൻ പറഞ്ഞത് പ്രൈസ് പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവത്തെ വലുതായി കാണ്, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ദൈവത്തെ വലുതായി കാണ്. ഇസ്രായേൽ മക്കൾക്ക് പറ്റിപ്പോയൊരു പരാജയം ഞാൻ പറയട്ടെ. അവരുടെ ആവശ്യങ്ങളുടെ മുഖത്ത് അവർ ദൈവത്തെ അളക്കാൻ തുടങ്ങി. പ്രൈസ് അവർ പറഞ്ഞില്ലേ, മരുഭൂമിയിൽ മേശ ഒരുക്കി അപ്പം കൂടി തരാൻ അവനെ കൊണ്ട് കഴിയുമോ? 78 സങ്കീർത്തനം 41 വാക്യം വായിക്കുന്ന ഇങ്ങനെയാ. അവൻ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. പക്ഷെ ഇംഗ്ലീഷിൽ അതിന്റെ ഭാഷ കുറച്ചും കൂടി ക്ലിയറാ. ഹി ലിമിറ്റഡ് ദ ഹോളി വൺ ഓഫ് ഇസ്രായേൽ. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ പരിമിതിപ്പെടുത്തി, ചെറുതാക്കി. എങ്ങനെ? ആവശ്യം വെച്ച് അളന്നു ദൈവത്തെ. അവർ ചോദിക്കുന്ന ചോദ്യമൊക്കെ കേട്ടാ, പാറ അടിച്ചു വെള്ളം പുറപ്പെടുവിച്ചു, തോടുകളും കവിഞ്ഞൊഴുകി. സത്യം. പക്ഷെ അപ്പം തരാൻ പറ്റുമോ? മേശ ഒരുക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, മരുഭൂമിക്കകത്ത് ഉണങ്ങിക്കിടക്കുന്ന പാറ അടിച്ച് വെള്ളം പുറപ്പെടുവിക്കുന്നതാണോ 5 അപ്പം കയ്യിലെടുത്ത് 5000 പേർക്ക് കൊടുത്തവൻ അപ്പം ഉണ്ടാക്കി തരുന്നതാണോ എളുപ്പം? സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ദൈവം വലിയവനാ. നമ്മുടെ ദൈവം ഉന്നതനാ. അവൻ്റെ മുമ്പിൽ പരിമിതികളില്ല. നമുക്കാ പരിമിതികളുള്ളത്, നമുക്കാ വലിയ വിഷയം. പനി മാറ്റുന്നതും ക്യാൻസർ മാറ്റുന്നതും എൻ്റെ ദൈവത്തിൽ ഒരുപോലെയാ. ഉണ്ടായി വരട്ടെ, ഉളവാകട്ടെ എന്ന ഒറ്റ വാക്കിൻ്റെ മുമ്പിൽ ഇന്ന് നമ്മുടെ കണ്ണിന് വിഷയീഭവിക്കപ്പെട്ട ഈ പ്രപഞ്ച സത്യങ്ങൾ മുഴുവൻ ഉണ്ടായി വന്നെങ്കിൽ അവൻ്റെ ഒറ്റ വാക്ക് മതി നമ്മുടെ ഏത് ഭാരവും മാറിപ്പോകാൻ. സത്യത്തിൽ നമ്മൾ ദൈവത്തെ നമ്മുടെ വിഷയങ്ങൾ കൊണ്ട്, നമ്മുടെ സംഭവങ്ങൾ കൊണ്ട് പരിമിതിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അല്ല, നമുക്ക് വളർച്ച ഉണ്ടാകണം. നമ്മുടെ ആത്മീക പക്വതയിലേക്ക് നമ്മൾ വളരുമ്പോൾ പ്രശ്നങ്ങളൊന്നും നമുക്ക് വലിയ കാര്യമല്ല, പ്രതിസന്ധികളൊന്നും നമുക്ക് വലിയ കാര്യമല്ല. പ്രതിസന്ധികൾക്ക് നടുവിൽ നിന്നുകൊണ്ടും നമ്മൾ വിളിച്ചു പറയും, പ്രതിസന്ധിയായവനെ, പ്രതിസന്ധി കൊണ്ടുവന്നവനെ വലിയവൻ ദൈവമാ. നീ എത്ര വലിയ പ്രതിസന്ധി കൊണ്ടുവന്നാലും അതിൻ്റെ മുകളിൽ നിൽക്കുന്ന വലിയവനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്, അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഉന്നതനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, മർക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിനകത്ത് യേശു ശിഷ്യന്മാരുമായിട്ട് അക്കരയ്ക്ക് പോകുന്നൊരു സംഭവമുണ്ട്. യേശു പടകിൽ തലയണ വെച്ച് അമരത്ത് കിടന്നുറങ്ങുകയാണ്. പടക് കരവിട്ട് പല നാഴിക ദൂരം ചെന്നപ്പോൾ സംഭവിച്ച കാര്യം നിങ്ങൾക്കറിയാമല്ലോ. കാറ്റ് ഭയങ്കര പ്രതികൂലമായി, കാറ്റ് തിര കയറി വന്നു, പടകിലേക്ക് കയറി മുങ്ങുമാറായി. ഭയങ്കര പ്രശ്നമാണ് അവിടെ നടക്കുന്നത്. നോക്കണമേ, അങ്ങനെ വലിയ ചുഴലിക്കാറ്റും വലിയ പ്രശ്നങ്ങളും അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശിഷ്യന്മാർ പറഞ്ഞൊരു വാക്കുണ്ട്. അവരിങ്ങനെയാ പറഞ്ഞത്, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? ശ്രദ്ധിക്കുക മക്കളെ, ഇവർ വിചാരപ്പെട്ടത് കൊണ്ടാണ് ഇവർ നശിക്കാതിരുന്നത്. ഇവരുടെ വിചാരത്തിൻ്റെ വലിപ്പം കൊണ്ടാണോ ഇവർ അക്കരയ്ക്ക് പോയത്? ഒന്നുമല്ല. അവിടെ കർത്താവ് കാറ്റിനെയും കടലിനെയും അമർച്ച ചെയ്ത ശേഷം നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ, നിങ്ങൾക്ക് ഇത്രയും നാളായിട്ടും വിശ്വാസമില്ലയോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ദൂതിയ നിങ്ങളോട് പറയാം. പ്രൈസ് ദി ലോർഡ്. കാറ്റിനെയും കടലിനെയും ഉണ്ടാക്കിയവനാണ് ഞാൻ. ഈ കടകിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നത് ആരാന്ന് ഇതുവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലേ? നോക്കണമേ, കാറ്റടിച്ചാലും പ്രതികൂലം അടിച്ചാലും പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിനെതിരെ വന്നാലും ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തെ ാതെ അക്കരയ്ക്ക് കൊണ്ടാൽ അതിന്റെ നടുവിൽ കൂടിയും എനിക്ക് നിങ്ങളെ അക്കരയ്ക്ക് കൊണ്ടാൻ കഴിയുമെന്ന് നിങ്ങളെ തിരിച്ചറിയിക്കേണ്ടതിനാ ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്നത്. സ്തോത്രം. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രതിസന്ധി അല്ല വലുത്, പ്രതിസന്ധിക്ക് മുകളിൽ കൂടി കൊണ്ടുപോകാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള വിശ്വാസമാണ് വലുത്. പ്രൈസലോ. തിരമാലയെ ചവിട്ടി മെതിച്ചു വന്നവൻ, പ്രൈസ് തിരമാലയോട് അടങ്ങാൻ പറയാൻ അധികാരമുള്ളവൻ, അതിനെ ഒതുക്കി നിർത്തിയവൻ, വാക്കുകൊണ്ട് അതിനെ സൃഷ്ടിച്ച് അതിനോട് ഉയർന്നടിച്ചോളാൻ പറഞ്ഞവൻ, പ്രൈസ് അതിനെ ഒതുക്കാനും അവൻ്റെ വാക്കുകൾക്ക് അധികാരമുണ്ട്. ഇന്ന് രാത്രി ആത്മാവിലൊരു ദൂത് പറഞ്ഞാൽ അടുത്ത പറയാതെ നിന്റെ ജീവിതത്തിനകത്ത് വെള്ളം കയറാതെ അക്കരെ എത്തിക്കാൻ ഈ ദൈവത്തെ കൊണ്ട് കഴിയും. സ്തോത്രം. അപ്പൊ നോക്കൂ, പ്രൈസ് ഞാൻ മടങ്ങി വരട്ടെ. അപ്പോൾ ദൈവം, നമ്മുടെ കർത്താവ് അധികാരമുള്ളവനാ. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാം. അവൻ തുറക്കാൻ അധികാരമുള്ളവനാ. പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ, തുറക്കുക എന്ന് പറയുന്നത് ഒരു ക്രിയാപദത്തോടുള്ള ബന്ധത്തിൽ സാധാരണ പദം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ യഫദ എന്നുള്ള പദം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആ പദം ഉപയോഗിക്കാൻ അധികാരമുള്ള യേശു മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിനകത്ത് 3-4 കാര്യങ്ങൾ തുറന്നതായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഇന്ന് രാത്രി എടുക്കുന്നുള്ളൂ. പ്രൈസ് എന്തിനു വേണ്ടിയാ ഇതൊക്കെ തുറന്നത്? പ്രൈസലോ. എന്തിനു വേണ്ടിയാ ഇത് തുറന്നേന്ന് അസാധാരണമായി സംഭവങ്ങൾ ചെയ്ത് അധികാരം പുലർത്തി. പ്രൈസലോ. ഈ സംഭവങ്ങൾ തുറന്നത് എന്തിനാന്ന് ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയണം. പ്രൈസലോ. നോക്കൂ, 24-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ശക്തമായൊരു തുറന്ന സത്യത്തെക്കുറിച്ച് കാണുന്നുണ്ട്. പ്രൈസലോ. നോക്കൂ, അടഞ്ഞു കിടന്നൊരു കല്ലറ,
അടഞ്ഞു കിടന്ന ഒരു കല്ലറയാണ് കാണുന്നത്. വെള്ളിയാഴ്ച അത് അടച്ചു, ശനിയാഴ്ച അത് അടഞ്ഞു കിടക്കുക, ഞായറാഴ്ച പ്രഭാതം വരെയും അത് അടഞ്ഞു കിടക്കുക. സ്തോത്രം. നോക്കി, അവിടെ ഈ സഹോദരിമാര് സുഗന്ധവർഗവുമായി ഈ കല്ലറയിലേക്ക് വരുന്ന സമയം വരെയും ഈ കല്ലറ അടഞ്ഞു കിടക്കുകയായിരുന്നു. അതിൻ്റെ മുകളിൽ പീലാത്തോസിന്റെ പടയാളികളും ഗവൺമെന്റും ശക്തമായി മുദ്രയും വെച്ച് വലിയ കല്ലും ഉരുട്ടി വെച്ച് കാവൽ പടയാളികളെ ആക്കി വെച്ചു. എന്തിനു വേണ്ടി? ഇനി ആരും ഇത് തുറക്കാതിരിക്കാൻ വേണ്ടി. സ്തോത്രം. ശ്രദ്ധിക്കൂ, അങ്ങനെ തുറക്കാതിരിക്കാൻ വേണ്ടി ഇതിനെ അടച്ചു വെച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യേശു ക്രിസ്തുവിന് പുറത്തു വരാൻ വേണ്ടിയായിരുന്നോ ഈ കല്ലുരുട്ടി മാറ്റിയത്? യേശു ക്രിസ്തുവിന് പുറത്തു വരാൻ വേണ്ടിയായിരുന്നോ ഈ കല്ലറ തുറന്നത്? ഞാൻ വിശ്വസിക്കുന്നില്ല ആണെന്ന്. സ്തോത്രം. ഞാനൊരു തെളിവ് പറയാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ മരണ അടക്കത്തിന് ശേഷം യേശുവിനെ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ 2-3 ദിവസങ്ങൾ കാണാതായപ്പോൾ ശിഷ്യന്മാർക്ക് ഭയമുണ്ടായി. യഹൂദന്മാരെ അവർ ഭയപ്പെട്ടു. യഹൂദന്മാരെ ഭയപ്പെട്ട് അടച്ചിട്ടൊരു മുറിക്കകത്ത് ഇവർ ഭയവിഹുലരായി ഇരിക്കുന്ന സമയത്ത് ആ മുറിക്കകത്ത് വാതിൽ തുറക്കാതെ ഇറങ്ങി വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് വലങ്കൈ ഉയർത്തി കാണിച്ചവരെ അനുഗ്രഹിച്ച കർത്താവിന് കല്ലറയുടെ കല്ലു മാറ്റിയില്ലെങ്കിലും എൻ്റെ കർത്താവിന് പുറത്തു വരാൻ കഴിയുന്ന ശരീരവുമായിട്ട് അവൻ പുനരുദ്ധാനം ചെയ്തത്. പിന്നെ എന്തിനാ യേശു കല്ലറയുടെ കല്ല് മാറ്റി? ദൂതനെ വിട്ട് ദൈവം കല്ലറയുടെ കല്ല് മാറ്റി കല്ലിന്റെ പുറത്ത് ദൂതനെ ഇരുത്തിയതിന് കാരണം എന്താ? ഒറ്റ വാക്ക് ഞാൻ ദൂതായി പറയാം. ഇത് പ്രതീക്ഷിച്ച് ചില സഹോദരിമാർ ഈ ശരീരത്തിൽ പൂശാൻ വേണ്ടി സുഗന്ധവർഗവും ഒരുക്കിക്കൊണ്ട് ചില സഹോദരിമാർ വരുന്നുണ്ട്. അവർക്ക് അകത്തു കയറാൻ വേണ്ടിയാ യേശുവിന്റെ കല്ലറയുടെ കല്ല് മാറ്റി കൊടുത്തത്. എങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം. ദൈവത്തിന് വേണ്ടി അല്ല ദൈവം ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയാ ദൈവം ചെയ്യുന്നത്. ഇന്ന് പകൽ ആത്മാവിൽ പറയാം, എത്ര ഒടുങ്ങിപ്പോയ കല്ലറയാന്ന് പറഞ്ഞാലും എത്ര അടഞ്ഞു പോയെന്ന് പറഞ്ഞാലും ദൈവത്തിന് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി അത് തുറന്നു തരാൻ. അതിനകത്ത് ആരെല്ലാം മുദ്ര വെച്ചാലും അതിനകത്ത് ആരെല്ലാം കാവൽ നിർത്തിയാലും അതിനെ അകറ്റി മാറ്റി ദൂതനെ വിട്ട് തുറന്നു തരാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നും എൻ്റെ കർത്താവിന് അധികാരമുണ്ട്. സ്തോത്രം. ഇത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. കല്ലറയ്ക്കകത്ത് കിടക്കുന്നവരൊക്കെ പുറത്തു കൊണ്ടുവരുന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ആത്മീകമായ വിഷയങ്ങളെ വിവേചിക്കുന്നവരാകിയാൽ ഞാൻ അത്രത്തോളം അകത്തേക്ക് കടന്ന് ചിന്തിക്കാത്തത്. പഴയ നിയമത്തൊരു വാക്യം നിങ്ങളുടെ ഓർമ്മയിലില്ലേ? യെഹെസ്കേൽ പ്രവാചകൻ 37-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിനകത്ത് പ്രവാചകനെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ദൂതുണ്ട്. ഇസ്രായേൽ ജനത്തോട് നീ പ്രവചിച്ചു പറയേണ്ടതിന് നിങ്ങൾ ശവക്കുഴിക്കകത്തു പോയാലും ആ ശവക്കുഴികളെ തുറന്ന് ഞാൻ പുറത്തു കൊണ്ടുവന്നേക്കാം. ഇതുപോലെ പറയാൻ അധികാരമുള്ള ചങ്കൂറ്റമുള്ള മറ്റൊരു ദൈവമുണ്ടെങ്കിൽ ലോകത്തിലില്ല എന്ന് ഉറക്കെ പറയാൻ എനിക്ക് നല്ല തൻ്റെ ഇടമുണ്ട്. വേണമെങ്കിൽ ICU കിടക്കുന്നവനെ ചികിത്സിച്ച് പുറത്തു കൊണ്ടുവരാൻ പറഞ്ഞേക്കാം. എന്നാൽ കല്ലറയ്ക്കകത്തു പോയാലും അകത്ത് അടച്ചു വെച്ചാലും അതിനെ ജീവനുള്ളവനായി പുറത്തു കൊണ്ടുവരാൻ അധികാരമുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ ഞാൻ സേവിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ല. എന്താ ഇസ്രായേൽ മക്കളുടെ ആ സംഭവം? അവിടെ കല്ലറ എന്നും ശവക്കുടി എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ അക്ഷരീകമായ കല്ലറയ്ക്കകത്ത് പോയ കാര്യമല്ല. അവിടെ പറയുന്നത് അവർ ബാബേൽ പ്രവാസത്തിനകത്ത് കിടക്കുന്ന പ്രവാസ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ഒരു പ്രാവചനികമായിരിക്കുന്ന ഭാഗങ്ങളൊക്കെ മുന്നോട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 37-ാമത്തെ സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ ഞങ്ങൾ ബാബേൽ നദികളുടെ തീരത്തിരുന്നു കൊണ്ട് യെരൂശലേമിനെ ഓർത്ത് ഞങ്ങൾ, സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. ഞങ്ങളുടെ കിന്നരങ്ങളെ അരളി വൃക്ഷത്തിന്മേൽ തൂക്കിയിട്ട് അന്യദേശത്ത് എങ്ങനെയാ പാട്ടുപാടുന്നതെന്ന് പറഞ്ഞ് അവർ നിരാശപ്പെട്ടിരിക്കുന്ന സംഭവമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഒരു കാര്യം നിങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കണം. ബാബേൽ നദികളുടെ തീരം, അങ്ങനെ ഒരു നദി ഭൂമിശാസ്ത്രത്തിനകത്തില്ല. പിന്നെ എന്താ അങ്ങനെ പറയാൻ കാരണം? ബാബേൽ പ്രദേശത്തു കൂടി ഒഴുകുന്ന നദിയാണ് ബാബേൽ നദി പറയുന്നത്. 3-4 നദികളുണ്ട്. ടൈഗ്രീസ് നദിയുണ്ട്, കേബാർ നദിയുണ്ട്, ഹിദ്ദേക്കൽ നദിയുണ്ട്. ഇതെല്ലാം ബാബേൽ പ്രദേശത്തു കൂടിയാണ് ഈ നദി ഒഴുകുന്നത്. അപ്പോൾ ആ ദേശത്തു കൂടി ഒഴുകുന്ന നദികൾക്കെല്ലാം കൂടി പൊതുവിൽ വിളിച്ചിരിക്കുന്ന പേരാ ബാബേൽ നദി എന്ന്. ബാബേൽ എന്ന പേരുണ്ടായത് രാവിലെ ഞാൻ പറഞ്ഞായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നിമ്രോദിന്റെ നേതൃത്വത്തിൽ ഷിനാർ ദേശത്ത് ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരമുണ്ടാക്കി അതിനകത്ത് കയറി ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ തമ്പുരാനെ വെല്ലുവിളിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള പദ്ധതി ഒരുക്കി. അവിടെ വെച്ച് ദൈവം ഇറങ്ങി വന്നു. ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതും ഇവർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ജനമൊന്ന്, ഭാഷയൊന്ന്, ഇതും ഇവർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇവർ നിരൂപിക്കുന്നതൊന്നും
അസാധ്യമാകത്തില്ല. എന്നെ അത് ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചൊരു വാക്യമാണ്. ചിന്തിക്കണമേ, ദൈവത്തിനെതിരായിട്ടുള്ള കാര്യം അവർ ചെയ്യുന്നത്. ദൈവം പറഞ്ഞു ഭൂമിയിലൊക്കെ നിറയാൻ പറഞ്ഞു. പ്രൈസ്. അപ്പം നോക്കി, ദൈവത്തിനെതിരായിട്ടുള്ള കാര്യം പോലും ജനം ഒരുമിച്ച് നിന്നാൽ ചെയ്യാൻ പറ്റുമെന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിലൊരു ദൂത് അതിൽ നീ വ്യാഖ്യാനിക്കുക. ദൈവത്തിനു വേണ്ടി നമ്മൾ ഒരുമിച്ച് നിന്നാൽ, ദൈവത്തിന് വേണ്ടി സഭ ഒരുമിച്ച് നിന്നാൽ, ദൈവത്തിന് വേണ്ടി ഒരു കുടുംബം ഒരുമിച്ച് നിന്നാൽ, ദൈവത്തിന് വേണ്ടി ഒരു വ്യക്തി ദൈവത്തോട് ചേർന്ന് നിന്നാൽ അവന്റെ മുമ്പിൽ അസാധ്യമെന്ന് പറഞ്ഞ സംഭവമില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവിടെ വെച്ച് ദൈവം ഇറങ്ങി വന്നു, ഭാഷ കലക്കി കളഞ്ഞു. അവിടെ വെച്ച് പ്രൈസ് ആദ്യമായിട്ട് ബാബേൽ എന്ന പേരുണ്ടാകുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം പിരിയുക, പിരിച്ചിൽ എന്നൊക്കെയാണ്. അങ്ങനെ പിന്നെ ആ ദേശത്തിന് ബാബേൽ പ്രദേശം എന്ന പേരുണ്ടായി. സ്തോത്രം. അപ്പം നോക്കിക്കേ, ആ പ്രദേശത്തോട് കഴുകുന്ന ടൈഗ്രീസ് നദിയോ ഹിദ്ദേക്കൽ നദിയോ പിന്നെ മറ്റേ കേബാർ നദിയോ ഏതെങ്കിലും ഒരു നദിയുടെ തീരത്തിരുന്ന് ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുക, സിയോനെ ഓർത്ത്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം ശക്തമായ ദൂതും പ്രവചനവും പറയാൻ വേണ്ടി ദൈവം തന്നെ പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാ പ്രവാചക യെഹെസ്കേലേ ഇങ്ങനെയൊരു ദൂത് നീ പറയാനിടയായി തീർന്നത്? ദൈവം അവനോട് പറഞ്ഞൊരു ദൂതുണ്ട്. അവൻ കേബാർ നദിയുടെ തീരത്തിരിക്കുമ്പോൾ സ്വർഗം തുറന്നിട്ട് അവനൊരു ആലോചന പറഞ്ഞു. എന്താണെന്നറിയാമോ? ജനത്തോട് പോയി പറ, പ്രവാസത്തിന് അറുതി വരാൻ പോകുക, കഷ്ടതയ്ക്ക് അറുതി വരാൻ പോകുക. പ്രൈസ്. നോക്കൂ, ദുഃഖിച്ചിരിക്കുന്ന സമുദ്രതീരത്ത് ദുഃഖിച്ചിരിക്കുന്ന ജനത്തിന്റെ വിടുതലിന് വേണ്ടി ദൈവ സമുദ്രതീരത്തിരിക്കുന്നവന് വേണ്ടി ആകാശം തുറന്ന് അരുളപ്പാട് കൊടുത്തെങ്കിൽ ഇന്ന് മകൻ ആത്മാവിൽ പറയാ, നിന്റെ ദുഃഖത്തെ കണ്ട്, നിന്റെ ഭാരത്തെ കണ്ട്, നിന്റെ വേദനകളെ കണ്ട് അരുളപ്പാട് പറയാൻ, ആലോചന പറയാൻ ഇന്നും ദൈവം ശക്തനായ ദൈവമാണ്. സ്തോത്രം. നോക്കിയേ, പറഞ്ഞു വന്നത് കല്ലറ തുറന്നത് യേശുവിന് പുറത്തു വരാനല്ല, എൻ്റെ കർത്താവിന് പുറത്തു വരാൻ കല്ലറ തുറക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പ്രൈസലോ, പ്രതീക്ഷയോടെ വരുന്ന പ്രൈസലോ ജനത്തെ നിരാശപ്പെടുത്തുന്നവനല്ല നമ്മുടെ ദൈവം. അവനൊരു നിർബന്ധമുണ്ട്. അവൻ്റെ സന്നിധിയിൽ ആരെങ്കിലും പ്രതീക്ഷയോടെ ഒരുക്കപ്പെട്ടവരായി വന്നിട്ടുണ്ടോ അവരാരും നിരാശയോടെ മടങ്ങിപ്പോകരുത്. കർത്തൃദാസൻ പറഞ്ഞപ്പോൾ ലീഡ് ഇതുപോലെ പറഞ്ഞൊരു വാക്യം നിങ്ങളുടെ ഓർമ്മയിൽ വന്നില്ലേ? അവങ്കലേക്ക് നോക്കിയവർ ലജ്ജിച്ചിട്ടില്ല, അവരുടെ മുഖം പ്രകാശിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരുക്കപ്പെടുന്ന ഈ സുഗന്ധവർഗവും കണ്ടുകൊണ്ട് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പരിഹസിച്ച് കാണും. മരിച്ചു പോയവന്റെ കല്ലറയെ പൂശാൻ ഇനിയും മെനക്കെടുവാണോ സ്ത്രീയെ? നിനക്ക് വേറെ പണിയില്ലേ? പണി അവസാനിപ്പിച്ച് നിൽക്കാൻ പറയാ. അവളുടെ അകത്ത് പ്രത്യാശയുണ്ടായിരുന്നു, എന്തെങ്കിലും എൻ്റെ അരുമനാഥൻ ചെയ്യാതിരിക്കത്തില്ല എന്ന്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ദൈവമക്കളെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറാകുന്നവർക്ക് വേണ്ടിയാ ദൈവത്തിന്റെ പദ്ധതികൾ ദൈവം വെളിപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീകൾ വളരെ ശക്തമായ ഒരുക്കത്തോടെ പ്രൈസ് ദി ലോർഡ് ഈ കല്ലറയിലേക്ക് വരുമ്പോൾ ദൈവത്തിനൊരു നിർബന്ധമുണ്ട്, ഇവർ നിരാശരായി പോകരുത്. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, അപ്പം നമ്മൾ എടുക്കുന്ന തീരുമാനത്തിനകത്തൊക്കെ അവർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, പത്രോസിനെ യാക്കോബിനെ പോലെയൊക്കെ വേണമെങ്കിൽ പറയാമായിരുന്നു, പ്രൈസ് കല്ലുരുട്ടി മാറ്റുമോ എന്നറിയട്ടെ, വേണേ അവിടെ വരെ ഒന്ന് ചെന്ന് നോക്കാം. നേരം വെളുത്തൊന്ന് ചെന്ന് നോക്കിയിട്ട് സംഭവങ്ങൾ അനുകൂലമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വീട്ടിൽ വന്ന് പിന്നെയും സുഗന്ധവർഗ്ഗം എടുത്തുകൊണ്ട് പോകാം. അല്ലാതെ വെറുതെ ഇതും ചുവന്ന് അവിടെ കൊണ്ടുവന്ന് കല്ലറ അടഞ്ഞു കിടക്കുവാണെങ്കിൽ വെറുതെ കരിങ്കല്ലേട്ട് ഒഴിച്ചിട്ട് പോകട്ടെ വരത്തില്ലേ? അതുകൊണ്ട് അത് വേണ്ട. വേണമെങ്കിൽ അവർക്ക് പറയാമായിരുന്നു. പക്ഷേ പ്രൈസ്, അവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ അവർക്കൊരു തീരുമാനമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കാണാതെ വിശ്വസിച്ചവരാ ഭാഗ്യവാന്മാർന്ന് ദൈവവചനം പറയുന്നത്. ഞാൻ 2-3 തെളിവുകൾ നിങ്ങളോട് പറയാം. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ 12 വർഷം രക്തസ്രാവം പിടിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാർ അവരുടെ ശരീരത്തിൽ ഭയങ്കര മെഡിക്കൽ കോളേജ് ട്രീറ്റ്മെൻറ്റ് തന്നെ നടത്തി. പക്ഷേ രക്ഷയില്ലായിരുന്നു. ഉള്ളത് മുഴുവൻ ചെലവഴിച്ചു. പ്രൈസ് നശിച്ചു. ആകെപ്പാടെ മുഴുവൻ പ്രൈസ് വസ്തുവകയും തീർന്ന് വല്ലാത്തൊരു പരിതാപകരമായിരിക്കുന്ന ഏറ്റവും പരവശയായ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഇവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ ഇവൾ പറയുന്ന ഒരു കാര്യമുണ്ട്. പുറകിൽ കൂടെ ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് രക്ഷ വരുമെന്ന് അവൾ പറഞ്ഞു. സ്തോത്രം. ആരോട് പറഞ്ഞു? മത്തായി സുവിശേഷം വായിച്ചാൽ അറിയാം. അവളോട് തന്നെ പറഞ്ഞു. സ്തോത്രം. അവനവനോട് തന്നെ പറയുന്നത്, അവനവനോട് തന്നെ സംസാരിക്കുന്നത് സാധാരണഗതി ലോകമനുഷ്യരുടെ ദൃഷ്ടിയിൽ ഭ്രാന്തിൻ്റെ ലക്ഷണമാണെന്ന് അവർ പറയും. പുള്ളി തന്നെ വർത്താനം പറഞ്ഞുകൊണ്ട് പോകുന്ന കണ്ടു. എന്താണെന്നറിയത്തില്ല, വലിയ കുഴപ്പമില്ലായിരുന്നെന്നേ നാട്ടുകാർ പറയത്തുള്ളൂ. പക്ഷെ നാട്ടുകാർ എന്തു പറഞ്ഞാലും ഇവളുടെ ഹൃദയത്തിനകത്തൊരു തീരുമാനമുണ്ടായിരുന്നു. അവൻ രക്ഷ തരുന്നവനാ, അവൻ രക്ഷ ഒരുക്കുന്നവനാ, എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല എന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പിന്റെ പുറത്ത് പുറകിൽ നിന്ന് വന്നു എതിർപ്പുകളെ അവഗണിച്ച് അവൾ മുന്നോട്ട് വന്ന് വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അവൾക്ക് വേണ്ടി അന്ന് വരെ സംഭവിക്കാത്തൊരു സംഭവം സംഭവിച്ചു. അവന്റെ വസ്ത്രത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് വിടുതലുണ്ടായി. എന്നിട്ട് യേശു അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെയാ പറയുന്നത്. സ്തോത്രം. സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു.
പ്രൈസർ ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായി വീട്ടിൽ പോയി സമാധാനമായിട്ട് ജീവിക്കേ. പ്രൈസർ കണ്ടോ, ഇവളെന്താ ആഗ്രഹിച്ചത്? അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് രക്ഷ വരും. അത് തന്നെ കർത്താവ് അവൾക്ക് കൊടുത്തു. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം. പ്രൈസലോ വന്ന് കണ്ട് തൊട്ടു നോക്കാം, പറ്റിയാൽ എല്ലാവരും തൊട്ട് സൗഖ്യമാകുന്നെങ്കിൽ ഞാനും ഒന്ന് കയറി തൊട്ടാകാം. അതല്ല പ്രൈസലോ, നീ എന്ത് ഹൃദയത്തിനകത്ത് വിശ്വാസത്തിൻ്റെ തീരുമാനമെടുക്കുന്നു, നീ എന്ത് ഹൃദയത്തിനകത്ത് ഉറപ്പിൻ്റെ തീരുമാനമെടുക്കുന്നു, ആ തീരുമാനത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമാ നിന്റെ ദൈവം. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനുണ്ട്. നാട്ടുകാർ മുഴുവൻ പുള്ളി മുടിയമ്പത്തരം എന്നാണ് വിളിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഞാൻ വേദപുസ്തകത്തിൽ കണ്ടില്ല. പുള്ളി ഞാൻ പറഞ്ഞ പുള്ളി ഡീസൻ്റാ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ എൻ്റെ അഭിപ്രായം പറഞ്ഞ പുള്ളി ഡീസൻ്റാ. സ്തോത്രം. കാരണം പുള്ളിക്കൊരു അബദ്ധം പറ്റിയെങ്കിലും എനിക്ക് അബദ്ധം പറ്റിയെന്ന് പുള്ളി തിരിച്ചറിഞ്ഞു. സ്തോത്രം. എനിക്ക് പറ്റിയതാണ് അബദ്ധമെന്ന്. ആരുടെയും കുഴപ്പം കൊണ്ടല്ല, ഞാൻ അനുഭവിച്ചതിൻ്റെ മുഴുവൻ പ്രയാസങ്ങളുടെ മുഴുവൻ കാരണക്കാരൻ അപ്പനല്ല, ചേട്ടനല്ല, സഭയല്ല, മറ്റാരുമല്ല, ഞാൻ തന്നെയാണ് അവൻ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവാണ് ഏറ്റവും വലിയ തിരിച്ചറിവ്. സ്തോത്രം. അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവനിലേക്ക് തന്നെ മടങ്ങി വന്നു. ഹി കെയിം ടു ഹിംസെൽഫ്. അവനിലേക്ക് തന്നെ മടങ്ങി വന്നു. എന്നിട്ട് ഈ മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവനിപ്പോൾ ആരുടെ കൂടെ ജീവിക്കുന്ന അറിയാമോ? പന്നിയുടെ കൂടെ. പ്രൈസലോ, പന്നികളെ മേച്ച് പന്നിയുടെ കൂടെ ജീവിക്കുക. ആ സമയത്ത് പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്. പ്രൈസലോ, അവൻ വീട്ടിനെക്കുറിച്ച് ഓർത്തു. എന്നിട്ട് വീട്ടിൽ പോയി പറയാൻ വേണ്ടി പുള്ളി ഒരു കാര്യം പറഞ്ഞു. അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. ഇനി നിന്റെ മോനെന്ന് വിളിക്കാണെന്ന് എനിക്ക് യോഗ്യതയില്ല. പ്രൈസലോ, അതുകൊണ്ട് നിന്റെ ദാസന്മാരിൽ ആരെങ്കിലും ഒരാളാക്കി എന്നെ തീർക്കണമെന്ന് അവൻ പറഞ്ഞു. ആരോട് പറഞ്ഞു? പന്നിയോടോ? ആരോട് പറഞ്ഞു? അവനോട് തന്നെ പറഞ്ഞു. സ്തോത്രം. ഇതാ ദൈവം പ്രതീക്ഷിക്കുന്നത്. ദൈവം ഇതാ പ്രതീക്ഷിക്കുന്നത്. പറ്റിപ്പോയി ദൈവമേ, സംഭവിച്ചു പോയി കർത്താവേ, പ്രൈസ് എൻ്റെ അബദ്ധത്തിൽ വന്നു പോയതാ എന്ന് അവനവൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ, പ്രൈസ് അന്ന് ഓടി വന്ന് ഒരുക്കി വെച്ച ചെരുപ്പും മുദ്രമോതിരവും അവൻ്റെ കയ്യിലിടിച്ച് അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത പിതാവിന് ഇന്നും മനസ്സുണ്ട്. പറ്റിപ്പോയെന്നൊരു വാക്ക് പറയാൻ ഞാനും നീയും തയ്യാറായാൽ, അത് പറയാത്തോടത്തോളം കാലം ദൈവത്തിൻ്റെ കരം ചലിക്കില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് വേണ്ടി പാസ്റ്റർ ചിലപ്പോൾ പറയുമായിരിക്കും, എനിക്ക് വേണ്ടി ചിലപ്പോൾ എൻ്റെ ഭാര്യയോ എൻ്റെ അപ്പനോ അമ്മയോ ഒക്കെ പറയുമായിരിക്കും. സഹോദരൻ, ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും പ്രയോജനമാണ് ഞങ്ങളുടെ പപ്പയുടെയും മമ്മിയുടെയും പ്രാർത്ഥന. ഞങ്ങളതെല്ലായിടത്തും പറയും. കാരണം ഞങ്ങൾക്ക് അവർ അഭിമാനമാണ്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വേദിയിൽ നിന്ന് ചെയ്യുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നാളുകളായി അവർ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാർത്ഥനകളാണ്. സ്തോത്രം. അവരിന്നും ദൈവസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് പോരുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്കാണ് പോയത്. അവർ നിശ്ചയമായി ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്കത് ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, പ്രൈസിൽ അവരൊന്നും ഈ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാര്യം ഞാൻ തന്നെ പറഞ്ഞാലേ കാര്യം നടക്കത്തുള്ളൂ. സ്തോത്രം. ഞാൻ മടങ്ങി വരട്ടെ. അപ്പൊ യേശുവിൻ്റെ കല്ലറ തുറന്നത്, പ്രൈസ് ദി ലോർഡ്, യേശുവിന് പുറത്തു വരാനല്ലായിരുന്നു, സഹോദരിമാർക്ക് അകത്ത് കയറാനായിരുന്നു. സ്തോത്രം. ഓക്കെ, നിനക്ക് വേണ്ടി ഇന്നും തുറന്നു തരാൻ ദൈവം ശക്തിമാനാ. ആരെല്ലാം അടച്ചു വെച്ചാലും. അവിടെയൊക്കെ ഒത്തിരി വിശദീകരണങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. നോക്കണമേ, ഇങ്ങനെ ഒരു സംഭവം നടന്നു. പീലാത്തോസിൻ്റെ അടുക്കൽ നിന്നുണ്ടായ അരുളപ്പാടും കൽപ്പനയും ഇങ്ങനെയായിരുന്നു. അവൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോയിട്ട് ഇങ്ങനെ പറയും. എന്താ പറയുന്നത്? അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞ് ഒരു കള്ളക്കഥ ഇവൻ്റെ സഹോദരന്മാർ അല്ലെങ്കിൽ ഇവൻ്റെ കൂടെ നടന്ന ആൾക്കാർ പ്രചരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പീലാത്തോസ് പറഞ്ഞു, കാവൽക്കൂട്ടത്തെ തരാം, ആവുന്നോളത്തോളം കല്ലറ ഉറപ്പാക്കിക്കോ. അപ്പോൾ പീലാത്തോസിനെ കൊണ്ട് അവൻ്റെ സാമ്രാജ്യ ശക്തി കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു വലിയ കല്ലുരുട്ടി വെച്ച് അതിനെ ചങ്ങലയിട്ട് പൂട്ടി, ഒരു താഴുവിട്ട് പൂട്ടിയിട്ട് 5-6 കാവൽപ്പടിയാളെ നിർത്താൻ പറ്റി. ഇത്രേ അവനായുള്ളൂ. ആവുന്നിടത്തോളെന്ന് പറഞ്ഞാൽ എത്രേ ആയുള്ളൂ, അത്രേ പറ്റിയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു സംഭവം പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് നടന്നു. അവൻ്റെ കല്ലുരുട്ടി മാറി യേശുവിൻ്റെ ശരീരം കാണുന്നില്ല. അവർ പിന്നെ പ്രചരിപ്പിച്ചു. ആരാണ്ട് എടുത്തോണ്ട് പോയിട്ട് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ പീലാത്തോസിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അങ്ങയുടെ അധികാര പരിധിക്കകത്ത് ഇത്ര ശക്തമായ പ്രമാദമായൊരു മോഷണ കേസ് നടന്നിട്ടും ഒരു ദുഃഖട പോലീസുകാരനെങ്കിലും വിട്ട് അന്വേഷിപ്പിക്കാതെ തന്നെ കാരണം എന്തുവാ? പീലാത്തോസിനൊരു കാര്യം മനസ്സിലായി. ഞാനൊരു മുദ്ര വെച്ചാൽ അതിന് മുകളിൽ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മുകളിൽ ഒരു അധികാരം വെളിപ്പെട്ടിട്ടുണ്ട്. എൻ്റെ മുകളിൽ അധികാരം വെളിപ്പെട്ടിട്ടുണ്ട്. എൻ്റെ മുകളിൽ ഒരു ശക്തമായ അധികാരം വെളിപ്പെട്ടിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ തിരിഞ്ഞു മറിയാൻ തുടങ്ങുകയാ. ഇനി ഇത്രയും നാളെ പോയതുപോലെ കാര്യം പോകത്തില്ല. അവന് പിടികിട്ടി. ചരിത്രം കൂടി ചേർത്ത് പിടിച്ചാൽ, ജോസഫസ് എഴുതിയ ചരിത്രം കൂടി ചേർത്ത് പിടിച്ചാൽ അവിടെ വെച്ച് പീലാത്തോസ് ഒതുങ്ങാൻ തുടങ്ങി. അന്ന് തൊട്ട് പീലാത്തോസ് ഒതുങ്ങാൻ തുടങ്ങി. പോൾ ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞൊരു ഭാഗം ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, പീലാത്തോസിൻ്റെ ശവശരീരത്തെക്കുറിച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം മുറിക്കകത്ത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അധികാരത്തിൽ നിന്ന് ഭ്രഷ്ടനായി. കാരണം നീതിയോടെ ഒരു കാര്യം വിധിക്കാൻ പറ്റുന്നില്ല, സുബോധം നഷ്ടപ്പെട്ടു. അദ്ദേഹം പറയുന്നതല്ല പ്രവർത്തിക്കുന്ന കാര്യമൊന്നും പറയാറുമില്ല. ഇങ്ങനെയായി അവസാനം നിഷ്കാസനം ചെയ്തു. അദ്ദേഹത്തെ മുറിക്കകത്ത്
അടച്ചിട്ടനന്തരം പ്രൈസ് കാവൽക്കൂട്ടത്തെ ആക്കി പുറത്തു പോയാൽ രാജ്യത്തിന് അപമാനമാണ്. കാരണം ഉന്നത സ്ഥാനീയനായിരുന്നൊരു മനുഷ്യൻ പിച്ചുംപയും പറഞ്ഞ് നടക്കാന്ന് പറയുന്നത് അത് രാജകുടുംബത്തിന് അപമാനമാണ്. അതുകൊണ്ട് ആ മനുഷ്യനെ പിടിച്ച് ഇതിട്ടു. ഏതോ കാരണത്താൽ ഏതോ ഉത്സവം നടക്കുന്ന സമയത്ത് അടച്ചിട്ട മുറിയിൽ കാവൽക്കൂട്ടം പുറത്തുപോയ സമയത്ത് പുള്ളി ഏതോ വഴിക്കൂടെ പുറത്തിയാടി പുറത്തുപോയ സമയത്ത് പ്രൈസ് അവിടെ എവിടെയോ കുളിക്കാനുണ്ടായിരുന്ന വലിയ ആഴമുള്ള കുളത്തിൽ പോയി ചാടി ഇദ്ദേഹത്തെ അന്വേഷിച്ച് നടന്നു. അദ്ദേഹം മുങ്ങിപ്പോയി. 3-ാം ദിവസം ചീഞ്ഞഴുകിയ ശരീരം പൊങ്ങി. മീനും മറ്റും തിന്ന ശവശരീരം, വികൃതമായ അസ്ഥിവഞ്ചനങ്ങൾ മാത്രമായ ശവശരീരം പൊങ്ങി. ആരും അറിയാതെ ഔദ്യോഗിക ബഹുമതികളോടെ അടക്കപ്പെടേണ്ട പീലാത്തോസിന്റെ ശരീരം നായയെ കൊണ്ട് കുഴിച്ചിടുന്ന പോലെ കുഴിച്ചിടാനിടയായി തീർന്നു. എന്താ കാരണം? നീതിയുള്ള സിംഹാസനത്തിന്റെ പുറത്തിരുന്നു കൊണ്ട് അനീതിയുടെ വിധി പുറപ്പെടുവി വെച്ചപ്പോൾ സ്വർഗം അവനെതിരായി. സംഭവിച്ചെന്താണെന്നറിയാമോ? പ്രൈസ് അവന്റെ ജീവിതം മുഴുവനും അതോടെ തീർന്നു പോകാനിടയായി തീർന്നു. പറഞ്ഞത് ചരിത്രം കൂടി ചേർത്ത് പിടിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. പ്രൈസ് അന്നു മുതൽ, ഈ അധികാരം വെളിപ്പെട്ട അന്നു മുതൽ പ്രൈസ് പീലാത്തോസിന്റെ കസേര ഇളകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ദൈവമക്കൾക്കെതിരായി, ദൈവജനത്തിനെതിരായി ആര് അധികാരം ചലിപ്പിച്ചാലും ആ കസേരയുടെ കാലൂരുന്നവനാ നമ്മുടെ ദൈവം. 4 വോട്ടിന്റെ പിൻബലത്തിലോ ഞാൻ ആരെയും വിമർശിക്കുന്നല്ല. പ്രൈസ്, ഞാൻ അവരെ ബഹുമാനിക്കുന്നു. ദൈവത്താലാണ് അധികാരസ്ഥന്മാരുണ്ടായിരിക്കുന്നത്. ഇവർ കസേര വരുമ്പോൾ ഇവരുടെ മട്ടും ഭാവവും ഒക്കെ മാറും. പ്രൈസ്, ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് ഈ ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നത് പാവപ്പെട്ട ദൈവമക്കളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. ഭരണത്തിൻ്റെ വൈഭവം കൊണ്ടൊന്നുമല്ല, ഇവിടെ ആരുടെ ശ്രേഷ്ഠത കൊണ്ടല്ല. ഇവിടെ ആരൊക്കെയോ തടുക്കുന്നവനെന്ന് വചനം പറയുന്ന പോലെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ചിലർ തയ്യാറാകുന്നത് കൊണ്ടാണ്. അവരെ ഒതുക്കാൻ ശ്രമിച്ചാൽ അവരുടെ കസേര ഇളക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പീലാത്തോസിന് ഒരു കാര്യം പിടികിട്ടി, ഇനി പോലീസിനെ വിട്ടിട്ട് കാര്യമില്ല. ഇതെന്തോ അസാധാരണമായ ശക്തിയാണ് ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ മടങ്ങി വരട്ടെ. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് പ്രൈസ് ദി ലോർഡ് 3-4 കൂട്ടം തുറന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഞാൻ അത് പറഞ്ഞു വരിക. ഒന്നാമത്തെ കാര്യം പറഞ്ഞോളൂ. കല്ലറ തുറന്നു. എന്തിനു വേണ്ടി? യേശുവിന് പുറത്തു വരാൻ വേണ്ടി അല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഈ സഹോദരിമാർക്ക് അകത്ത് കയറാൻ വേണ്ടി. രണ്ടാമതൊരു തുറന്ന കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ചാട്ടെ, 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ച 24-31. നോക്കിയേ, ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു. സ്തോത്രം. ശ്രദ്ധിക്കൂ, ബാക്കിയുള്ള ഭാഗം, ഇനിയുള്ള മുന്നോട്ടുള്ള ഭാഗത്ത് യേശുവിൻ്റെ ഈ അടക്കം കഴിഞ്ഞു. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള ബന്ധത്തിൽ ദൈവിക പദ്ധതിയായ പ്രകാരമാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. പക്ഷേ ശിഷ്യന്മാർ അതിനെ ഒരുപാട് കാര്യങ്ങൾ വിഭാവന ചെയ്തിരുന്നു. ആ കാര്യങ്ങളൊക്കെ വിഭാവന ചെയ്ത പോലൊന്നും കാര്യം നടക്കാതെ വന്നപ്പോൾ ചില ശിഷ്യന്മാർ എന്ത് ചെയ്തു? യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മോസിലേക്ക് നടന്നുപോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുകയാണെങ്കിലും യേശുവിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് യേശു അതിൻ്റെ നടുക്ക് വന്നു. യേശു നടുക്ക് വന്ന് കാര്യങ്ങൾ ഒരു ചേർന്ന് നടന്നു. കണ്ണ് നിരോധിച്ചിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവർക്ക് മനസ്സിലായില്ല. കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നീ മാത്രമേ ഇവർ അറിഞ്ഞിട്ടില്ല, ബാക്കിയുടെ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രൈസിൽ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത ഉണ്ടാക്കിയതിന് ശേഷം നേരം വൈകാറായപ്പോൾ, പ്രൈസിൽ നോക്കൂ, ഞാനൊരു ദൂത് അതിൽ നിന്ന് കയറി വരുന്നു പറയാം. നേരം വൈകാറായപ്പോൾ ഇവരെ വിട്ടുപോകുന്ന രീതിയിൽ യേശു മുന്നോട്ട് പോകാൻ ഭാവിച്ചപ്പോൾ പ്രൈസ് ദി ലോർഡ്, യേശുവിനോട് ഇവർ പറയുന്ന ഒരു വാക്കുണ്ട്. ശ്രദ്ധിക്കണമേ, അത് ഈ കാലഘട്ടത്തിലുള്ള സകല ദൈവമക്കളും ആത്മാവിൽ കുറിക്കൊള്ളേണ്ട ഒരു പദമാ. നേരം വൈകുന്നു, ഞങ്ങളോടുകൂടി പാർക്കുക. ഞാൻ ആത്മാവിൽ ആ ദൂത് ഇങ്ങനെ വിവേചിക്കുക. ഈ കാലഘട്ടത്തിൽ യേശുവിനെ കൂടാതെ, നിന്റെ കൂടെ യേശു ഇല്ലാതെ ഒരു നിമിഷം പോലും നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം പൈശാചിക ശക്തികളുടെ കരാള താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിനക്ക് ആത്മീക ജീവിതം വിജയകരമായി പൂർത്തിയാക്കി മുന്നോട്ട് പോകണമെങ്കിൽ യേശുവിനോട് കൂടെ ജീവിച്ചെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. ശിഷ്യന്മാർ പറഞ്ഞു, നേരം വൈകുന്നു. കൃപായുഗത്തിന്റെ അവസാനത്തെ താളുകളിലേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുക. കൃപായുഗം അവസാനിക്കാൻ പോകുക. യേശുവേ, ഞങ്ങളെ വിട്ടുപോകല്ലേ, ഞങ്ങൾ അങ്ങയോട് കൂടെ നടക്കാൻ പോകുകയാണ്. സ്തോത്രം. അങ്ങനെ വന്നു. പ്രൈസ് ദി ലോർഡ്. അവരുടെ ഭവനത്തിൽ പോയി. അവിടെ ചെന്നു അപ്പം നുറുക്കി കൊടുക്കുന്ന സമയത്ത് ഇവരുടെ കണ്ണ് തുറന്ന കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യേശു അവരുടെ കണ്ണ് തുറന്നു. സ്തോത്രം. ഓക്കെ, യേശു അവരുടെ കണ്ണ് തുറന്നു. എന്തിനു വേണ്ടിയാ കണ്ണ് തുറന്ന കാര്യം വേദപുസ്തകത്തിൽ പല ഭാഗത്തുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പക്ഷേ എന്തിനു വേണ്ടിയായിരുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കണ്ണ് തുറന്നത്? ആ വാക്യത്തിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, അവനെ അറിയാൻ വേണ്ടിയാ കണ്ണ് തുറന്നത്.
അവനെ അറിയാൻ വേണ്ടി. അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സംശയം മനസ്സിനകത്തുണ്ടായേക്കാം, കർത്താവ് ദൈവദാസനെ ഈ 3.5 വർഷം ഇവൻ്റെ കൂടെയല്ലേ നടന്നത്, അതുവരെ ഇവനെ അറിഞ്ഞില്ലേ? ഈ 3.5 വർഷം ഇവൻ്റെ കൂടെ നടന്നിട്ടും ഇവനെ പരിചയപ്പെട്ടില്ലേ, അറിഞ്ഞില്ലേ? കണ്ണ് തുറന്നപ്പോഴാണോ അറിഞ്ഞത്? അല്ല. അതിന് 2 കാലഘട്ടമുണ്ട്, 2 അവസ്ഥയുണ്ട് യേശുവിൻ്റെ. ഞാൻ അതൊന്ന് നിങ്ങളുടെ മധ്യത്തിലേക്ക് തുറന്നു വിടാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 3.5 വർഷക്കാലം യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ, ഈ ഭൂമിയിൽ അവരോട് കൂടെ ആയിരുന്നപ്പോൾ ആർക്കും യേശുവിനെ കാണാം. പിടികിട്ടിയില്ല. കണ്ണിന് കാഴ്ചയുള്ള ആർക്കും യേശുവിനെ കാണാം. 33.5 വയസ്സുള്ള ചെറുപ്പക്കാരൻ നടന്നു പോകുന്നത് കാഴ്ചയുള്ള ആർക്കും കാണാം. യേശുവിനെ വിശ്വസിക്കണമെന്നില്ല, ശിഷ്യനാകണമെന്നില്ല, യഹൂദനാകണമെന്നില്ല, ജാതീയനാകണമെന്നില്ല, യവനനാകണമെന്നില്ല, ബർബറനാകണമെന്നില്ല, ആരുമില്ല. കണ്ണിന് കാഴ്ചകൊണ്ട് യേശുവിനെ കാണാം. പക്ഷേ ഈ 24-ാം അധ്യായത്തിൽ വെളിപ്പെട്ട യേശുവിനെ കാണണമെങ്കിൽ കണ്ണ് തുറന്നെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനകത്തൊരു മാറ്റം വന്നു. ഞാനൊരു പദം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് ഗെത്സമനയ്ക്ക് മുമ്പ് വെച്ച് സംസാരം ഉണ്ടാകുമ്പോൾ യേശു അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ലോകം എന്നെ കാണില്ല, നിങ്ങൾ എന്നെ കാണും. വയസ്സുള്ളവർക്കറിയാം, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോവുക? ലോകം എന്നെ കാണില്ല, പക്ഷെ നിങ്ങൾ എന്നെ കാണും. അതെന്നാ ഇടപാടാ? സ്തോത്രം. ലോകത്തിന് കാണാൻ പറ്റത്തില്ല, നമുക്ക് കാണാൻ പറ്റുമെന്നേ. സ്തോത്രം. എന്താ കാരണം? തേജസ്കരിക്കപ്പെടാൻ പോകുക യേശു. തേജസ്കരിക്കപ്പെട്ട യേശുവിനെ ഈ മാംസനേത്രം കൊണ്ട് കാണാൻ പറ്റത്തില്ല, ആത്മനേത്രം കൊണ്ടേ കാണാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം. പ്രൈസ് ദി ലോർഡ്. തേജസ്കരിക്കപ്പെട്ട് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശുവിനെ കാണാൻ ആത്മാവിൽ നിയോഗം ലഭിച്ചവരാ ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ നിങ്ങൾ പണങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കൺവെൻഷൻ ഓഡിറ്റോറിയം മീറ്റിങ്ങിലും കൂടി പ്രസംഗിക്കുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നത്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലർക്ക് പിണക്കുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ ലോകത്തിന് ഈ ഫോട്ടോയൊക്കെ വെച്ച് മൈക്കിളാഞ്ചലോ 14-ാം നൂറ്റാണ്ടിൽ വരച്ച ഫോട്ടോ വെച്ചൊക്കെ യേശുവിനെ കാണാൻ ഗതികേട് വരുന്നത്? എന്തുകൊണ്ടാണ്? നമുക്കെന്തേ ഫോട്ടോ ഇല്ലാത്ത, ഫോട്ടോ വെക്കാത്ത? ഇവിടെ തന്നെ ഭിത്തിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ടാണോ? നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് അതിനേക്കാൾ ഉന്നതനായവനെ നമ്മൾ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ 14-ാം നൂറ്റാണ്ടിൽ മൈക്കിളാഞ്ചലോ വരച്ച ഫോട്ടോയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അദ്ദേഹം ഈ ഫോട്ടോ യേശുവിനെ കുറിച്ച് വരയ്ക്കുക. യേശുവിൻ്റെ കാലത്ത് പുള്ളി ജനിച്ചിട്ട് പോലുമില്ല. അപ്പോൾ യേശുവിനെ കുറിച്ച് പുള്ളി പറഞ്ഞു കേട്ടു, പുസ്തകത്തിൽ നിന്ന് കിട്ടിയ അറിവൊക്കെ അനുസരിച്ച് യേശുവിനെ ഒന്ന് വരയ്ക്കണം. അപ്പോൾ അതിന് മുമ്പിലിരുത്താൻ ഒരാളെ വേണം. പുള്ളി തപ്പി നടന്നു, പാലസ്തീനിൽ ചെന്നു. 3-4 മാസം പുള്ളി പാലസ്തീനിൽ താമസിച്ചു. ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടിയ അറിവനുസരിച്ച് ഒരാളെ തപ്പി കണ്ടപ്പോൾ സിമ്പിളനായിരിക്കുന്ന, യോഗ്യനായ, ചുമന്ന് നല്ല മാതള നാരങ്ങ പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ കിട്ടി. അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, ജീവിച്ചിരുന്ന യേശുവിനെ ഒന്ന് വരയ്ക്കണം, അങ്ങക്ക് ചില മിനിറ്റുകൾ എൻ്റെ മുമ്പിൽ വന്നൊന്ന് ഇരുന്ന് തരാമോ? പുള്ളി പറഞ്ഞു, സന്തോഷം, അതിനെന്തുവാ, ഞാൻ വന്നിരുന്ന് തരാമെന്ന് പറഞ്ഞു. പുള്ളിയെ ടിക്കറ്റ് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി മുമ്പിൽ കൊണ്ടിരുത്തി ആ മനുഷ്യനെ നോക്കി വരച്ചതാണ് ഇന്ന് നാട്ടുകാർ ഭിത്തിയെ വെച്ച് തിരിയും കത്തിച്ചുകൊണ്ടിരിക്കുന്ന യേശുമ്പരാൻ. സ്തോത്രം. ഇനി മറ്റൊരു കാര്യം കൂടി അതിനകത്ത് പറയട്ടെ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളി ഒരു ചിത്രകാരനാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പുള്ളി പല അപ്പോസ്തലന്മാരെ വരച്ചു. ലോസ്റ്റ് സപ്പറും എന്ത് വേണ്ട സകല പരിപാടിയും പുള്ളി വരയ്ക്കുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും അവഗണിച്ച് കഴിഞ്ഞ് ഊതേനെ ഒന്ന് വരച്ചൊപ്പിക്കണമല്ലോ എന്ന് പുള്ളിക്ക് ആഗ്രഹം തോന്നി. എന്തിനാ പുള്ളിയെ കളയുന്നത്? പുള്ളിയുടെ വികൃത രൂപം ഒന്ന് നാട്ടുകാർ കാണട്ടെ ഒന്നിരിക്കും. അപ്പോൾ യൂതയെക്കുറിച്ച് നോക്കിയപ്പോൾ വരയ്ക്കാൻ പറ്റിയ രൂപം ഒന്ന് നന്നായിട്ട് വരയ്ക്കണം. വരയ്ക്കുമ്പോൾ നല്ല രൂപം വരച്ചാൽ നാട്ടുകാർ അംഗീകരിക്കത്തില്ല. കാരണം യൂത എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ചിന്തയുണ്ട്, ഒരു ധാരണയുണ്ട്, അത് വെച്ച് വരച്ചാലേ കാര്യം നടക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളി പിന്നെയും തപ്പി യൂതയ്ക്ക് പറ്റിയ ഒരാളെ വേണമുള്ളൂ പാലസ്തീനിൽ. പോയി പിന്നെയും പുള്ളി പാലസ്തീനിൽ അവിടെ ചെന്ന് കറങ്ങി നടക്കുക, വീണ്ടും കറങ്ങി നടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ജാടിയും മുടിയും വളർത്തി പല്ലും തേക്കാതെ വല്ലാത്ത വികൃത രൂപിയായിരിക്കുന്ന ഒരു മനുഷ്യൻ തെരുവിൽ കൂടെ നടക്കുന്ന കണ്ടു. പുള്ളി അടുത്ത് ചെന്നു, പേടിച്ച് അടുത്ത് ചെന്ന് ചെന്നിട്ട് ചോദിച്ചു, ചേട്ടാ ഒരു കാര്യം പറയാനുണ്ട്, എനിക്കിങ്ങനെ ഒരാളെ വരയ്ക്കണുണ്ട്, ക്ഷമിക്കണം എന്നോട്, അങ്ങ് യൂതയല്ല, പക്ഷെ അങ്ങ് മാന്യനാന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ അങ്ങനെ ഒരാളെ വരയ്ക്കാനുണ്ട്, അങ്ങക്ക് എൻ്റെ മുമ്പിലൊന്ന് വന്നിരിക്കാമോ? പുള്ളി പറഞ്ഞു, ആരും വിളിക്കാൻ കാത്തിരിക്കുക, ഞാൻ വരാൻ പോകാമെന്ന് പറഞ്ഞു. പുള്ളി വന്നിരുന്നു, അവിടെ വന്നിരുന്നു, പഴയ ചിത്രശാലയിൽ തന്നെ വന്നിരുന്ന സമയത്ത് ഇദ്ദേഹം ഈ നോക്കിക്കൊണ്ട് വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂതയായിട്ട് അഭിനയിച്ച മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലേ, ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. പുള്ളി പറഞ്ഞു, അങ്ങനെ സംഭവം നടക്കാൻ സാധ്യതയില്ല, ഇവിടെ വന്നവരെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ വന്ന് വരയ്ക്കാൻ വേണ്ടി എൻ്റെ മുമ്പിൽ വന്നിരുന്നവരൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ ചിത്രം വരയ്ക്കുന്നവൻ മാത്രമല്ല മനസ്സിൽ കൂടി കുറിച്ചിടുന്നവനാ, അതുകൊണ്ട് എനിക്കറിയാം. അവൻ പറഞ്ഞു, ഇല്ല ഞാനിവിടെ വന്നിട്ടുണ്ട്, അങ്ങ് എന്നെ നോക്കി പടം വരച്ചിട്ടുണ്ട്, ആ പടം അങ്ങ് വിറ്റ് കാശാക്കി നാട്ടുകാർ മുഴുവൻ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് കൗതുകം തോന്നി, അതാരടവേ അങ്ങനെ ഞാൻ ചെയ്തിരിക്കുന്ന കാര്യം. അദ്ദേഹം പറഞ്ഞു, ചില വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ വരയ്ക്കാൻ വേണ്ടി അങ്ങ് എന്നെയാണ് ഇവിടെ കൊണ്ടുവന്നത്, എൻ്റെ ജീവിതം തകർന്നുപോയി, ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി പോയി, ഇന്ന് യൂതയായിട്ട് വരയ്ക്കാനും എന്നെ തന്നെ അങ്ങ് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന സത്യം അതിൽ നിന്ന് പിടികിട്ടാം, ഒരുവൻ വളർന്നാൽ യേശുവിനോളം വളരാം, യേശുവിനെ ഉപേക്ഷിച്ച് ഒരുവൻ തളർന്നാൽ യൂതയേക്കാൾ അത് പതിച്ചു പോകാം
എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് ആ ഫോട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഫോട്ടോ വെക്കുന്നവർ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊള്ളണം, പുള്ളിയുടെ പടവും കൂടി ഇതിനപ്പുറത്ത് വെച്ചോളണം. ഇത് രണ്ടും ഒരാളാണ്. സ്തോത്രം. എന്നാലും ഗതികേട് കൊണ്ട് നമുക്ക് ആ വിഷയമൊന്നുമില്ല. പ്രൈസ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, യേശുവിനെ വേണമെങ്കിൽ. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ വീട്ടിൽ ചെന്നു. പ്രൈസലോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ആൻറ്റി ഈ ഫോട്ടോ ഒക്കെ പിന്നെ എന്തിനാ ഇതങ്ങടുത്ത് മാറ്റിയേക്കാൻ പാടില്ല? അച്ഛൻ രക്ഷിക്കപ്പെട്ടു, ആൻറ്റി രക്ഷിക്കപ്പെട്ടു, പിള്ളേരും സ്നാനപ്പെട്ടു, പിന്നെ എന്തിനാ ഇതും വെച്ചോണ്ടിരിക്കുന്നത്? ഭാഷ അത് പേടിയൊന്നും ഉണ്ടായിട്ടല്ല, പിന്നെ അങ്ങ് കുഴഞ്ഞു മറിയാം. ഞാൻ പറഞ്ഞ ആൻറ്റിക്ക് പേടിയോ, ഞാനൊരു തല്ലി പൊട്ടിച്ചോളാം, എനിക്ക് പേടിയൊന്നുമില്ല. പ്രൊഫസർ ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഹൈദരാബാദിലെ സമയത്ത് ഒരു വീട്ടിലൊരു പെങ്കൊച്ചിനെ ഭൂതവിളകി. അപ്പം ഈ നാട്ടിൽ നിന്നൊരു ദൈവദാസനോട് വന്നിരുന്നു. വന്ന് അവരുടെ വീട്ടിലില്ലാത്ത ദൈവങ്ങൾ 33 കോടി എന്നൊക്കെ ചുമ്മാ പറയുന്നത്, അവർ അതിനേക്കാൾ കൂടുതലുണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും സാധനമുണ്ടായിരുന്നു അവർ പൂജാമുറിക്കകത്ത്. ഇവർ രക്ഷിക്കപ്പെട്ടു, ഇവർക്ക് അത്ഭുതം തോന്നി, അവർ ദൈവകൃപയിലേക്ക് വന്നു, വചനം അവർ ഉറപ്പിച്ചു. അങ്ങനെയൊക്കെ സമയത്ത് ഇത് മുഴുവൻ എടുത്തു കളയണം. അവർ വിശ്വസിച്ച് പോകുന്നതല്ലേ, അവർക്ക് പേടിയാണ്. അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു, അവിടെയുള്ള ദൈവദാസൻ പറഞ്ഞു, പക്ഷേ നമുക്കൊന്ന് പോയി അതൊന്ന് കൈകാര്യം ചെയ്യണം. അപ്പം ഞങ്ങൾ 3-4 ദിവസന്മാർ കൂടി ചെന്ന് ചാക്കിനകത്ത് ഇതെല്ലാം കൂടി കെട്ടി ചവിട്ടിപ്പൊട്ടിച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസാണ്, കുറേ ചവിട്ടിപ്പൊട്ടിച്ചു. അല്ലാത്ത കഴിച്ച് അവിടെയുള്ള ഹുസൈൻ സാഗർ എന്ന് പറഞ്ഞൊരു നദിയുണ്ട്, അവിടെ കൊണ്ട് ഒഴുക്കി അങ്ങ് കളഞ്ഞു. പ്രൈസലോ. ഞാൻ പറഞ്ഞത് പ്രൈസലോ, ഇപ്പോഴും യേശോമ്പരാനെ കാണണമെന്ന് വാശി പിടിക്കുന്നെങ്കിൽ ഇന്നും അവർ ലോകത്തിലാണ്. പ്രൈസലോ. നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടുമെന്ന് ഞാൻ മനസ്സിലാകുന്നു. യേശു പറഞ്ഞു, പ്രൈസലോ, യേശുവിൻ്റെ 2 മുഖങ്ങളാണ് അവിടെ വെളിപ്പെടുന്നത്. 33 വയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ച യേശു നമ്മളെപ്പോലെ ശരീരമുള്ള, നമ്മളെപ്പോലെ മജ്ജയും മാംസവുമുള്ള, നമ്മളെപ്പോലെ താടിയും മുടിയുള്ള സാധാരണക്കാർ മനുഷ്യനെ പോലെ തന്നെയാണ് യേശു ഭൂമിയിൽ നിന്നത്. അത് ആർക്കും കാണാം. പക്ഷേ യേശു തേജസ്കരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇനി നാട്ടുകാർക്ക് കാണാൻ പറ്റത്തില്ല, ഇനി വീട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കും ഒന്നും കാണാൻ പറ്റത്തില്ല. ഇനി അവനെ ണമെങ്കിൽ ആത്മാവിൽ അകക്കണ്ണ് തുറന്നവനെ അവനെ കാണാൻ കഴിയത്തുള്ളൂ. യേശുവിന്റെ ശുശ്രൂഷയുടെ 2 കാലഘട്ടമാണ്. യേശുവിന്റെ 2 ജീവിതത്തിന്റെ തലമാണത്. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്തൊരു വാക്യമുണ്ട്. 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിനകത്ത് ദാനിയേൽ ഒരു ദർശനം കാണുന്നുണ്ട്, നദീതീരത്തിരുന്നു കൊണ്ട്. അവിടെ ഒരു സംഭവം നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഊഫാർ സംഘം ധരിച്ച് ഒരു നാദം കേട്ടപ്പോൾ അത് എന്താണെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? ശണവസ്ത്രം ധരിച്ച് അരയിൽ ഊഫാർ തങ്കം ചുറ്റിയ പ്രൈസലോ ദൈവദൂതൻ അല്ലെങ്കിൽ ഉത്തമമായിരിക്കുന്ന ഒരു പുരുഷന്റെ ദർശനം ദാനിയേൽ കണ്ടു. സംശയമില്ല, അത് വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ദർശനം തന്നെയാണ്. രണ്ടാമതൊരു കാര്യം കൂടി, അതേ സംഭവം തന്നെ യോഹന്നാൻ കാണുന്നു. പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുമ്പോൾ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി അകക്കണ്ണുകളെ തുറന്ന് ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെയും കണ്ടു സമാനമായിരിക്കുന്ന ഒരു ദർശനം. പക്ഷേ ഈ 2 ദർശനം കൂടി ഒരുമിച്ചൊരു പേജിന്റെ 2 വശത്ത് എഴുതി വെച്ചിട്ട് നിങ്ങൾ താരതമ്യം ചെയ്ത് പഠിച്ചു നോക്കണം. ചില കാര്യങ്ങൾ തത്വത്തിൽ ഏകത്വം കാണുന്നു, ചില കാര്യങ്ങൾക്ക് തത്വത്തിനകത്ത് വൈരുദ്ധ്യം കാണുന്നു. ദാനിയേൽ കണ്ടു ശണവസ്ത്രം ധരിച്ചിരിക്കുന്നവൻ, യോഹന്നാൻ കണ്ടു നിലയങ്കി ധരിച്ചിരിക്കുന്നവൻ. ദാനിയേൽ കണ്ടു അരയിൽ ഊഫാർ തങ്കം ചുറ്റിയവൻ, യോഹന്നാൻ കണ്ടു മാറത്ത് പൊൻകച്ച കെട്ടിയവൻ. എന്താ ഇതൊക്കെ? ഒരു മനുഷ്യനെ കുറിച്ച്, ഒരു സംഭവത്തെക്കുറിച്ച് കാണുന്ന ദർശനം എങ്ങനെയാ വ്യത്യാസം വരുന്നത്? ഞാൻ എൻ്റെ ആത്മാവിൽ വിവേചിക്കാം. ഒരുവൻ പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് കാണുന്നു, പഴയ നിയമ യുഗത്തിൽ നിന്ന് കാണുന്നു, മറ്റൊരുവൻ പുതിയ നിയമ യുഗത്തിൽ നിന്ന് കാണുന്നു. ഒന്നും കൂടി ഞാൻ അതിനെ വിവരിക്കാം. സ്തോത്രം. നോക്കിയേ, പഴയ നിയമത്തിനകത്ത് ശണവസ്ത്രം ധരിക്കുക എന്നൊക്കെ പറയുന്നത് എന്തോ ശുശ്രൂഷയുടെ വസ്ത്രമാണ്. നിങ്ങൾക്കറിയാമല്ലോ, പുരോഹിത വസ്ത്രം ധരിക്കേണ്ടവനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. പക്ഷേ തോൽവാറ് കൊണ്ടുള്ള അരവാരം ചുറ്റി ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രമാണ് പുള്ളി ചുറ്റിയത്. എന്താ? വ്യത്യസ്തമായൊരു ശുശ്രൂഷയിലേക്ക് പുള്ളി ഇറങ്ങുക എന്നുള്ളതിൻ്റെ വ്യത്യസ്തമായ തെളിവായിരുന്നു ആ വസ്ത്രം സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് കാണുന്ന ശണവസ്ത്രം ധരിച്ചിരിക്കുന്ന ആ മനുഷ്യൻ, അരയിൽ ഊഫാസ് തങ്കം ചുറ്റിയിരിക്കുന്ന ആ മനുഷ്യൻ എന്തോ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആ വെളിപ്പാടാണ് ഈ ദാനിയേൽ കണ്ടത്. എന്നാൽ നമുക്കറിയാമല്ലോ, അരയിൽ 65-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യത്തിനകത്ത് ദാവീദ് പറയുന്നുണ്ട്, അവൻ അരയിൽ ബലം ചുറ്റിയിരിക്കുന്നു. എന്തിനാ ബലം ചുറ്റിയിരിക്കുന്നത്? ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇറങ്ങി വരികയാ, ഒരു വലിയ യുദ്ധമുഖത്തേക്ക് ഇറങ്ങി വരികയാ. വാഴ്ചകളോടും അധികാരങ്ങളോടും യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറങ്ങി വരുന്ന യേശുവിനെയാ ദാനിയേൽ ദർശിക്കുന്നത്. അരയിൽ ബലവും ചുറ്റി, ഊഫാസ് തങ്കവും ചുറ്റി, പൈശാചിക ശക്തിയോട് വെല്ലുവിളിച്ച് അവരെ തോൽപ്പിച്ച് അവന്റെ അധീനതയിൽ കിടക്കുന്ന ജനത്തെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ആ ദൗത്യത്തിന് ഒരുങ്ങി നിൽക്കുന്ന യേശുവിനെയാ ദാനിയേൽ കാണുന്നത്. പക്ഷെ വെളിപ്പാടിൽ യോഹന്നാൻ കാണുന്നത് യുദ്ധം ജയിച്ചു,
യുദ്ധം ജയിച്ച് കരകയറി പിതാവിൻ്റെ വലത്തുഭാഗത്ത് പോയി ജയഭേരി മുഴക്കിയിരിക്കുന്ന യേശുവിനെയാണ് യോഹന്നാൻ കാണുന്നത്. ഞാൻ രണ്ട് കാര്യം കൂടി പറയാം. അരയിൽ ചുറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നതിന് തെളിവാ. ഒരു കാര്യം കൂടി ഞാൻ യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ നിങ്ങളെ പരിചയപ്പെടുത്താം. ശിഷ്യന്മാരുടെ അടുക്കൽ വരുന്ന യേശു പറയുന്നുണ്ട്, അരയിൽ ഒരു തോർത്തും ചുറ്റി പാത്രത്തിൽ വെള്ളവും എടുത്ത് പ്രൈസ് ദി ലോർഡ് നിങ്ങളുടെ കാല് കഴുകാൻ വേണ്ടി യേശു വരുന്നു. അതൊരു ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് അവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ വെളിപ്പാട് പുസ്തകത്തിനകത്ത് കണ്ട യേശു ശുശ്രൂഷ ചെയ്യാൻ വന്ന യേശു അല്ല. അവിടെ പറയുന്ന ശുശ്രൂഷ ചെയ്ത് ജയിച്ചു വരുന്ന രാജാക്കന്മാരിടുന്ന വസ്ത്രമാണ് നിലയങ്കി എന്ന് പറയുന്നത്. അവരെ ധരിപ്പിക്കുന്നതാണ് മാറത്ത് കെട്ടുന്ന പൊൻകച്ച എന്ന് പറയുന്നത്. സ്തോത്രം. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ നമ്മൾ കണ്ടിട്ടില്ലേ, മന്ത്രിമാരോ പ്രൈസിലോ ഉന്നത ആചാര്യന്മാരോ അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരോ ഒക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മൾ അവരെ പൊന്നാട അണിയിക്കാന്നൊരു പരിപാടിയുണ്ട്. സാധാരണ പ്രൈസിലോ കൈത്തറിയുടെ ഖാദിയുടെ ഹാൻഡെക്സിൻ്റെ ഒരു മുണ്ട് വാങ്ങിയിട്ട് ഒരു ഗോൾഡൻ കരയുള്ളത് മേടിച്ചിട്ട് അവരെ പുതപ്പിക്കും. ഒരു ചടങ്ങാണത്. എന്താണ് ഈ മനുഷ്യൻ സമൂഹത്തിന് ചെയ്ത, ഈ മനുഷ്യൻ പ്രൈസിലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്ത, അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തോട് ചെയ്ത പ്രൈസിലോ ആ പുണ്യപ്രവർത്തികൾക്ക് ആദര സൂചകമായി ഞങ്ങൾ കാണിക്കുന്ന വിധേയത്വമാണ് ആ പൊന്നാട അണിയിക്കുന്ന കർമ്മത്തിനകത്ത് വെളിപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രൈസ് മാനവ കുടുംബം മുഴുവൻ പാപത്തിൻ്റെ അധീനതയിൽ കിടന്ന് നാശത്തിൻ്റെ വക്കിലേക്കും മരണത്തിൻ്റെ അധികാരത്തിനകത്തും കിടന്ന് ആ ജനത്തെ രക്ഷിച്ച് പ്രൈസ് അവരെ പാപത്തിൽ നിന്ന് വിടുവിച്ച് അവരുടെ ശിക്ഷാവിധി സ്വന്തം ചുമലിൽ വഹിച്ച് പ്രൈസ് ജയഭേരി മുഴക്കി ഉയരത്തിലേക്ക് കരേറി ചെന്നപ്പോൾ എൻ്റെ വാഴ്ത്തപ്പെട്ട പിതാവ് ജയിച്ചു വന്ന രാജാവായിരിക്കുന്ന മഹാരാജാവിനെ മാറത്തണിയിച്ചതാണ് ആ പൊൻകച്ച. ഇത് ജാതിക്ക് കാണാൻ പറ്റത്തില്ല, ഇത് ലോകത്തിന് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും, ലോകം കാണത്തില്ല. സ്തോത്രം. അപ്പം അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, എന്തിനാ നമ്മുടെ കണ്ണ് തുറന്നതെന്നറിയാമോ? എന്തിനാ നമ്മുടെ അകക്കണ്ണ് തമ്പുരാൻ തുറന്നെന്നറിയാമോ? പ്രൈസ് എഫെസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നില്ലേ, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങളുടെ വിളിയാലുള്ള ആശയിൽ നിന്ന് തിരിച്ചറിയണം. വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം അറിയണം. തീർന്നില്ല, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം അറിയണം. ഇതിനകത്ത് സൈക്കിളേ വരുന്നവൻ കാറേ പോകുന്ന കാര്യമോ, വാടക വീട്ടിൽ താമസിക്കുന്നവൻ ടൈൽസ് ഇട്ട മുറി സ്വന്തമായി പണിയുന്ന കാര്യമൊന്നും അതിനകത്തില്ല. ഞാൻ അതിനെതിരുമല്ല. നിങ്ങളൊക്കെ നല്ല വീട്ടിൽ താമസിക്കണമെന്ന് ആഗ്രഹക്കാരനാണ്. ഒരു ശകലം നിങ്ങൾ എൻ്റെ ഹൃദയം തുറന്നു നോക്കിയോ, ഒരു ശകലം പോലും അസൂയയില്ല. നിങ്ങൾ ഓരോരുത്തരും ഹെലികോപ്റ്ററിൽ വന്ന് ഇവിടെ ഇറങ്ങിയാലും എനിക്ക് സന്തോഷമുള്ളൂ. കാരണം പ്രൈസ് ദി ലോർഡ്, ഞാൻ തിരിച്ചു പോകുമ്പോൾ എനിക്ക് വേണമെങ്കിലും തമ്പാനൂർ വരെ അതിനകത്ത് കയറി പോരാലോ എന്ന് ചിന്തിക്കുന്നവനാണ് ഞാൻ. സ്തോത്രം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ വെറുതെ പ്രസംഗിച്ച് മൂഢസ്വർഗത്തിൽ കൊണ്ട് ഇരുത്തുന്നതിനകത്ത് എനിക്ക് എതിർപ്പുണ്ട്. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു തിയോളജി ആയതുകൊണ്ട് ഒരു പദം ഞാൻ കടത്തി പറഞ്ഞത്. എന്നോട് ക്ഷമിക്ക്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ദൈവമക്കളെ, നിത്യതയുടെ സന്ദേശം എന്ന് പറയുന്നത് പ്രോസ്പിരിറ്റിയുമായി കൂട്ടിയിണക്കരുത്. കർത്താവ് തന്നത് പ്രോസ്പിരിറ്റിക്ക് വേണ്ടിയുള്ള വകയല്ലായിരുന്നു, നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ളതാ തന്നത്. എന്നാൽ ഞാൻ എൻ്റെ ജീവിതാനുഭവം പറയാം. 10 വർഷം വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാൽ നമ്മുടെ ആവശ്യം ഒന്നും മുടക്കാതെ അവൻ നടത്തും. ഒറ്റ വാക്യമേ ഉള്ളൂ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, നിൻ്റെ ഒരാവശ്യം മുടങ്ങത്തില്ല. സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ സഹോദരന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ 1-2 കാര്യം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പിശാചിൻ്റെ ഏറ്റവും വലിയ കെണി എന്നാണെന്നറിയാം, എന്താ തന്ത്രം എന്നാണെന്നറിയാമോ? നമ്മുടെ ബലഹീനതയെ അവൻ പിടിച്ചെടുക്കും. പിശാചിൻ്റെ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയാമോ? പിശാച് സർവ്വശക്തനല്ല, സർവ്വജ്ഞാനിയല്ല, സർവ്വവ്യാപിയല്ല. പിശാചിനെ സംബന്ധിച്ച് ഒറ്റ കാര്യമുള്ളൂ, ശക്തനാണ്, ജ്ഞാനമുണ്ട്, ഇതൊക്കെ ശരിയാണ്, പക്ഷേ സർവ്വജ്ഞാനിയല്ല. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, നമ്മളെക്കുറിച്ചൊരു കാര്യം പുള്ളിക്ക് പിടികിട്ടണമെങ്കിൽ നമ്മുടെ അകത്ത് കയറി മനസ്സിൽ നിന്നൊന്നും വായിക്കാൻ അവന് പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ പുറത്തോട്ട് പറയണം, നമ്മൾ പറയണം. സ്തോത്രം. അപ്പം നമ്മൾ സാധാരണ കൂടുമ്പോൾ ഒരുമിച്ചിരിക്കുമ്പോഴൊക്കെ നമ്മൾ കാര്യങ്ങൾ പറയും. ആഗ്രഹം എന്താണെന്നും ലക്ഷ്യം എന്താണെന്നും ഉദ്ദേശം എന്താണെന്നും ഒക്കെ നമ്മൾ പറയുമ്പോൾ ഇവൻ അടുത്ത് നിന്ന് ഇതല്ല നിൻ്റെ ആഗ്രഹം, അതിന് പണി ഞാൻ തരാം, പിന്നെ അതിന് വേണ്ട സംഭവം അണക്കിക്കൊണ്ട് തരും. സ്തോത്രം. അപ്പം നമ്മൾ സാധാരണ പറയുക, അച്ഛനും പ്രൈസിലും മറ്റ് 2 സഹവിശ്വാസികൾ ഒരുമിച്ച് കിടക്കുമ്പോൾ, കാർ അങ്ങ് പഴയതായി അച്ഛാ, പ്രൈസിലും പലയിടത്തും വണ്ടി വഴിയിലൊക്കെ അങ്ങ് നിൽക്കുക, ഇടയ്ക്ക് അങ്ങ് കംപ്ലൈൻ്റ് ആവുന്നു, പോകുന്നൊരു പുതിയ കാർ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പിന്നെ അങ്ങനെ അങ്ങ് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും മതി. ബാക്കി അവൻ പോപ്പുലർ കാറിനെ വീട്ടിലേക്ക് വിടും. സ്തോത്രം. അപ്പം പോപ്പുലർ കാരൻ പറഞ്ഞാൽ, ചേട്ടാ എന്നെ ഉണ്ട്, പഴയ കാറുണ്ട്, അതിനൊരു 1,00,000 രൂപ ഞങ്ങൾ തരാം, ബാക്കി കയ്യിൽ എന്തുകൊണ്ട്, എല്ലാം കൂടി തപ്പിപ്പറിക്കുക. എല്ലാം കൂടി തപ്പിന് ഒന്നുമില്ല, പിന്നെ എല്ലാം കൂടി ബാങ്ക് അരിച്ചു പറക്കി ഊറ്റിയെടുത്താൽ ഒരു 10-35,000 മതി. ഡൗൺ പേയ്മെൻറ്റ് 1.30, ബാക്കി ഞങ്ങൾ ലോൺ തരാന്നേ, ബാക്കി നീ എന്താണെന്ന് വെച്ചാൽ പെട്രോളുമല്ലോ. സ്തോത്രം. ദൈവം പറയുന്നത് എന്താ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. പ്രൈസ് ദി ലോർഡ്. ബാക്കി ആരും നമ്പരാൻ നോക്കിക്കോളൂ. സ്തോത്രം.
ഞാനിന്ന് രാവിലെ എൻ്റെ പ്രിയ സഹോദരന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രൈസ് എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പ്രൈസ് ഞാനൊന്നും ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചില്ല. പക്ഷേ സമയമായപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം അറിഞ്ഞ് ആവശ്യമെന്ന് ദൈവത്തിന് തോന്നിയപ്പോൾ ഒരു കാര്യം മുടക്കാതെ ഇന്നുവരെ ദൈവം നടത്തി. അപ്പോൾ ചുമ്മാ പിശാചിൻ്റെ മുമ്പിൽ പോയി ആവശ്യമില്ലാതെ എഴുന്നള്ളിച്ച് വർത്താനം പറയരുത്. പ്രൈസ് ഇവനിത് പിടിച്ചെടുത്താൽ അതിനുവേണ്ടി ആളെ കൊണ്ടുവരും. അപ്പോൾ നമ്മളോടൊരു ദൂതും പറയാനൊരു പ്രവാചകൻ കൂടി വിടും. പ്രൈസ് ആൻറ്റി കാറ് പഴയതാകുന്നു, പുതിയൊരു കാറ് ഷെഡിൽ കിടക്കുന്നത് ഞാൻ കാണുന്നു, തീർന്നില്ലേ? അപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ആ പോപ്പുലർ കാറിൻ്റെ കസ്റ്റമർ എക്സിക്യൂട്ടീവ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ദൂത് നിവൃത്തിയാകാൻ പിന്നെ എന്നാ വേണ്ടത്? സ്തോത്രം. പ്രൈസ് അല്ലോ. എന്ത് തന്ത്രമാ പിശാചിൻ്റെ! വവ്വാലിൻ്റെ വേഷവും ധരിച്ച് കറുത്ത കോട്ടിട്ടൊന്നുമല്ല പിശാച് വരുന്നത്. നമ്മളത് മനസ്സിലാക്കണം. വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കും, നല്ല ഒന്നാം തരം വെള്ള ഷർട്ട് ഇട്ടിട്ട് അയ്യും കെട്ടി പുള്ളി വരും. സ്തോത്രം. തിരിച്ചറിയുക, കാലഘട്ടം വല്ലാതെ വികലമായിക്കൊണ്ടിരിക്കുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിക്കുന്നു. ഞാൻ ഭയപ്പെടുന്നൊരു കാര്യമുണ്ട്. അധർമ്മത്തിൻ്റെ മർമ്മം ഇത്ര ഭീകരമാണെങ്കിൽ അധർമ്മമൂർത്തിയുടെ വ്യാപാരം എന്തായിരിക്കും? സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ഇന്ന് സഭയുടെ സ്ഥിതി, സഭയുടെ സ്റ്റേജ് വിവാഹ നിശ്ചയം കഴിഞ്ഞ കന്യകയുടെ സ്ഥാനമാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കർത്താവിന് കാമുകിമാരില്ല. കാമുകിയും മണവാട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയാമോ? ഒറ്റ കാര്യമുള്ളൂ. കാമുകിക്ക് ഒരു ചുരിദാറോ ഒരു മൊബൈൽ ഫോണോ 2 ചോക്ലേറ്റോ മേടിച്ചു കൊടുത്താൽ പുള്ളിക്കാരത്തി സംതൃപ്തിയാണ്. ഞാൻ ഇച്ചിരി കടത്തി പറയുന്നത് ക്ഷമിക്കണം. എൻ്റെ പ്രിയ സഹോദരിമാരും എൻ്റെ വാത്സല്യ മാതാപിതാക്കളും ഇരിക്കുന്ന വേദിയെ, എങ്കിലും ഈ കാര്യം ഇതുപോലെ പറഞ്ഞെങ്കിലേ പറ്റൂ. ഒരു ചുരിദാറോ അല്ലെങ്കിൽ ഇത് കൊടുത്താൽ സംതൃപ്തിയാണ്. പക്ഷേ മണവാട്ടിക്ക് മണവാളൻ ഒഴികെ മറ്റെന്തുകൊണ്ടും അവക്ക് തൃപ്തി വരത്തില്ല. പ്രൈസ് ദി. നോക്കൂ ദൈവമക്കളെ, സഭയുടെ കാന്തനായിരിക്കുന്ന മണവാളന്റെ വരവിന്റെ കാഹളധ്വനി വാതിക്കലെത്തി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നീയും താമസിക്കുന്നത്. ആ കാലഘട്ടത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പിശാച് പലരെയും വഞ്ചിച്ച് പലരുടെയും മനസ്സുകുരുടാക്കി. നമുക്കത് സംഭവിക്കരുത്. PMGയിലുള്ള ഒറ്റ ദൈവമക്കൾക്കും അത് സംഭവിക്കരുത്. എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം അത് തന്നെയാണ്. ആഗ്രഹത്തിൽ ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ വരവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ കാമുകിയുടെ റോളല്ല, മണവാട്ടിയുടെ റോളറിഞ്ഞ് എൻ്റെ മണവാളൻ ഒരുമിച്ച് മണിയറയിലേക്ക് കയറാൻ വേണ്ടിയാ. സ്തോത്രം. നോക്ക്, കണ്ണ് തുറന്നെങ്കിലേ കാര്യങ്ങൾ വ്യക്തമായിട്ട് പിടികിട്ടത്തുള്ളൂ. കണ്ണ് കറക്റ്റാണെങ്കിൽ കാല് തെറ്റത്തില്ല കേട്ടോ. നോക്കി, ഒരു വാക്യം സങ്കീർത്തനത്തിന് 32-ാം സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പം എന്താ പറഞ്ഞത്? വാക്കിൻ്റെ അർത്ഥം, ഞാൻ നിന്നെ കണ്ണുകൊണ്ടാണ് ഗൈഡ് ചെയ്യുന്നത്. ഇപ്പം നോക്കി, കണ്ണുകൊണ്ട് ഈ ശരീരത്തിനൊക്കെ ഭാഷയുണ്ട്. ബോഡി ലാംഗ്വേജ് എന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ കേട്ടിട്ടില്ലേ? ശരീരത്തിനൊക്കെ ഭാഷയുണ്ട്. ഇപ്പം ഇതിനകത്ത് ഇപ്പം ഇത്രയും പേരിരിക്കുക, നമ്മൾ 19 പേരുണ്ട്. ഇതിനകത്ത് നിന്ന് എനിക്ക് ഒരു അച്ചായനെ മാത്രം ഇവിടെ ഇരിക്കും. അതെന്താ? നമ്മുടെ കണ്ണിനൊരു ഭാഷയുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി മാത്രം നടന്നാൽ അവൻ പോകേണ്ട വഴി പറയും. പ്രൈസ് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു കൊണ്ടിരിക്കും. പ്രൈസ്. അപ്പോൾ നോക്കിയേ, കണ്ണ് കറക്റ്റ് ആണെങ്കിൽ കാല് തെറ്റില്ല. പലരുടെയും കണ്ണ് തെറ്റിപ്പോയി. വിളിച്ചപ്പോൾ അവൻ്റെ മുഖത്ത് നോക്കി ഇറങ്ങിയത്. പത്രോസ് പടക് വിട്ടത് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി യേശുവിൻ്റെ വാക്ക് കേട്ട. പക്ഷെ പ്രതികൂലം കണ്ടപ്പോൾ യേശുവിൻ്റെ മുഖത്ത് നിന്ന് മുഖം മാറ്റി കണ്ണു മാറ്റിയിട്ട് പ്രതികൂലത്തിലേക്ക് നോക്കി അവൻ അന്ന് മുങ്ങി. ഉലകത്തിനകത്ത് തിരമാലയ്ക്കകത്തുകൂടി നടന്നിട്ടുള്ള 2 പേർ ചരിത്രത്തിലുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ യേശുവും 2 പത്രോസുമാണ്. അവൻ വെള്ളത്തിൽ കൂടി നടന്നു എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നടന്നിട്ടും അവൻ മുങ്ങി. അപ്പം യേശു അവനോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഉടനെ കൈ നീട്ടി അവനെ പൊക്കിയെടുത്തിട്ട് യേശു അവനോട് ചോദിക്കുന്നു, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞത് എന്താ അതിൻ്റെ അർത്ഥം? നിന്നോട് പടക് വിടാനും ഇറങ്ങാനും പറഞ്ഞത് ഞാനല്ലേ? നിന്നോട് വിട്ടു പോരാൻ പറഞ്ഞത് ഞാനല്ലേ? നീ പിന്നെ എന്തിനാ തിരമാലയെ നോക്കിയത്? വരിക എന്ന് ഒറ്റ വാക്കിനകത്ത് നിന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയുള്ളത് കരുതി വെച്ചിട്ടാ തമ്പുരാൻ വരാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ എന്തെല്ലാം പ്രതികൂലം ആഞ്ഞടിച്ചാലും എനിക്ക് പ്രശ്നമില്ല. പ്രൈസ് ദി ലോർഡ്. പൗലോസിനെ കുറിച്ചൊരു ഭാഗം അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. 275 പ്ലസ് പൗലോസും 276 പേരടങ്ങുന്ന ഒരു സംഘം, അവർ ഔഗുസ്ത്യോസ് പട്ടാളത്തിൻ്റെ ശതാധിപനോട് കൂടെ കപ്പൽ കയറി തടവുള്ളികളായിട്ട് റോമയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്തു പോകുന്ന സമയത്ത് കപ്പൽ ഛേദിക്കപ്പെട്ടു. തിരമയുടെ കേമത്താൽ അമരം ഉടയുന്ന സമയത്ത് മുഴുവൻ പ്രശ്നമായി. ആകപ്പാടെ പൗലോസ് നേരത്തെ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടരുത്, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് പോകാമെന്നു കേട്ടില്ല. കാരണം പൗലോസിനെ കേൾക്കാൻ ആർക്കാ നേരം? ഇവൻ ജയിൽ പുള്ളിയല്ലേ, ഇവൻ പറയുന്ന ആര് കേൾക്കാനാ? ഇവൻ കണ്ടത് മുഴുവൻ ദൈവാത്മാവിൽ കണ്ടിട്ടാണ് പറഞ്ഞത്. പക്ഷേ അത് അംഗീകരിക്കാൻ പറ്റിയില്ല. പ്രതികൂലം വന്നു, പ്രതിസന്ധി വന്നു. പ്രൈസ്. അവിടെ എഴുതിയിരിക്കുന്ന 14 ദിവസമായിട്ട് സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ ആയപ്പോൾ ജീവിക്കും, രക്ഷപ്പെടുമെന്നുള്ള ആശ സകലരുടെയും നശിച്ചുപോയി.
ആ സമയത്താണ് പൗലോസിൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിയത്. എന്നെ ആ വാക്യം വായിച്ചാൽ വല്ലാതെ കോരിത്തരിച്ച് പോയിട്ടുണ്ട്. പൗലോസ് പറയുന്നൊരു പദമുണ്ട്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായിരിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നീ നാളെ കൈസറുടെ മുമ്പിൽ നിൽക്കും. ഈ നിൽക്കുന്ന 275 പേരും നിനക്ക് തന്നിരിക്കുക, ഒരെണ്ണം പോലെ നശിക്കത്തില്ല. ഞാൻ നോക്കട്ടെ, നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നോട് ഇന്ന് പകല് പരിശുദ്ധാത്മാവിൽ ദൈവാത്മാവ് എന്നോട് ദൈവം ദൂത് പറയുക, മോനെ നാളെ പകല് 10 മണിക്ക് നീ പാലക്കാട് പ്രസംഗിക്കുമെന്ന് പറഞ്ഞാൽ പിശാച് എൻ്റെ മുമ്പിൽ വന്ന് പറയുക, പിന്നെ പോകുന്ന വഴിക്ക് വെഞ്ഞാറമൂട് വെച്ച് നിന്നെ തീർക്കൂടാന്ന് പറഞ്ഞാൽ ഞാൻ പേടിക്കേണ്ട കാര്യമുണ്ടോ? എടാ, എന്നോട് പാലക്കാട് നാളെ നിൽക്കുമെന്ന് പറഞ്ഞ എൻ്റെ ദൈവമാ, നിർത്തേണ്ട ഉത്തരവാദിത്തം എൻ്റെ ദൈവത്തിനുള്ളതാണ്. നീ നാളെ കൈസറുടെ മുമ്പിൽ നിൽക്കുമെന്ന് പറഞ്ഞത് എൻ്റെ ദൈവമാണ്. പിന്നെ പ്രതികൂലം വന്നാലും തിരയുടഞ്ഞാലും അമരമുടഞ്ഞാലും എനിക്ക് ഭാരപ്പെടാനില്ല. പലക കഷ്ണം കിട്ടിയാലും അതിനകത്ത് കയറി ഞാൻ അക്കരയെത്തും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ഇന്ന് രാത്രി നിങ്ങളൊരു ദൂത് അതിൽ നിന്ന് കുറിക്കൊള്ളണം. വരാൻ പറഞ്ഞവൻ സർവ്വശക്തിയുള്ള ദൈവമാണെങ്കിൽ, ഇറങ്ങിക്കോ എന്ന് പറഞ്ഞവൻ സർവ്വശക്തിയുള്ള ദൈവമാണെങ്കിൽ, നിന്നോട് പോരെ എന്ന് പറഞ്ഞത് ഈ ഉലകത്തിൻ്റെ ഉടയവനായ ദൈവമാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നിന്റെ ജീവിതത്തിൽ എത്തേണ്ടടുത്ത് എത്തിക്കാൻ വേണ്ടത് മുഴുവൻ കരുതി വെച്ചിട്ടാ വരാൻ പറഞ്ഞത്. സ്തോത്രം. സംശയിക്കരുത്. സ്തോത്രം. സമയം തീരുന്നു. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അവസാനത്തെ ഒരു കാര്യം കൂടി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ മറ്റൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്, അവൻ തിരുവെഴുത്തുകളെ തുറന്നു എന്ന്. അവിടെ 32-ാമത്തെ വാക്യത്തിൽ അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമെന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷ് ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ള വായിച്ചാൽ അറിയാം, ഹി ഓപ്പൺ ടു അസ് ദ സ്ക്രിപ്ചർ എന്നാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ തിരുവെഴുത്ത് തുറന്നു. എന്തിനാ തിരുവെഴുത്ത് തുറന്നത്? പ്രൈസ് ദി ലോർഡ്. എന്തിനാ തിരുവെഴുത്ത് തുറന്നത്? പ്രൈസ് തെളിയിക്കാൻ വേണ്ടി. സ്തോത്രം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തെളിയിക്കാൻ വേണ്ടിയാ തിരുവെഴുത്ത് തുറന്നത്. സ്തോത്രം. തിരുവെഴുത്ത് തുറന്ന കുടുംബമൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. തിരുവെഴുത്തൊരു ജീവിതത്തിലേക്ക് തുറന്നു കിട്ടിയ എല്ലാ വ്യക്തിയും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. തിരുവെഴുത്ത് തുറക്കാൻ തയ്യാറായ സഭ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. വിശദീകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും സമയം പ്രൈസ് ദി ലോർഡ് ഒത്തും നമ്മളെ അനുവദിക്കുന്നില്ല. നിങ്ങൾ പലരും ദൂരത്ത് വന്നിരിക്കുക, അതിനേക്കാൾ ദൂരത്ത് ഞാൻ വന്നിരിക്കുന്നത്. എനിക്കും പോകണം, നാളെ മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ നിർത്താൻ പോകുക. സ്തോത്രം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, യേശു ക്രിസ്തുവിൻ്റെ ജീവിതം പരിശോധിച്ചാൽ അവിടെ യേശു തിരുവെഴുത്ത് തുറന്നു. പക്ഷേ യേശുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയവും തിരുവെഴുത്ത് തുറന്നുകൊണ്ടാണ്. എന്തിനു വേണ്ടി യേശു തിരുവെഴുത്ത് തുറന്നെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ്റെ കൈക്കീഴിൽ യോർദാനിൽ ഇറങ്ങി യേശു സ്നാനപ്പെട്ട അനന്തരം കരകയറിയപ്പോൾ സ്വർഗം തുറന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രനെന്ന് അവിടെ വെച്ച് അരുളപ്പാടുണ്ടായി. നേരെ യേശു ശുശ്രൂഷിക്കാൻ വേണ്ടി പുൾപിറ്റ് തേടി പോവുകയല്ല ചെയ്തത്, നേരെ ദേവാലയത്തിലേക്ക് ചെന്നു. ദേവാലയത്തിൽ യേശു വരുന്ന കണ്ടപ്പോൾ ശുശ്രൂഷക്കാർ ആരോ ഒരുവൻ എടുത്ത് പ്രൈസ് അവന് പ്രവാചക പുസ്തകം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം കൊടുത്തു. പുസ്തകം വിടർത്തി. അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട് 4:17 ലൂക്കോസ്. അവിടെ പുസ്തകം വിടർത്തിയ അനന്തരം യേശു കണ്ട ഭാഗം എന്താണെന്നറിയാമോ? പ്രൈസ് യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന, അവൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഉറപ്പ് ആ വചനത്തിൽ നിന്ന് അവൻ പ്രാപിച്ചു. ഞാൻ പറഞ്ഞത് യേശുവിന് ഉറപ്പ് കിട്ടിയത് വചനം വായിച്ചപ്പോൾ എന്ന അർത്ഥത്തിലല്ല. പ്രൈസ് യേശു നമുക്ക് പിന്തുടരാൻ ഒരു മാതൃക വെച്ചിട്ട് പോയതാണ്. മുന്നോട്ട് പിന്നെയും പഠിച്ചു വരുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ പിന്നെയും ചില അധ്യായങ്ങൾ മുന്നോട്ട് പഠിക്കുമ്പോൾ പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെയും കൂട്ടി മറുരൂപ മലയിലേക്ക് കയറി പോകുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവത്തോടുള്ള ബന്ധത്തിൽ അവിടെ ചെന്നു യേശു പ്രാർത്ഥിച്ചപ്പോൾ യേശുവിൻ്റെ മുഖത്തിൻ്റെ ഭാവം മാറി. പ്രാർത്ഥിക്കുന്നവൻ്റെ ഏത് ഭാവവും ദൈവം മാറ്റിക്കൊണ്ടിരിക്കും. പ്രൈസിൽ മർക്കോസ് പറയുന്ന അവൻ്റെ ഉടുപ്പ് ഭൂമിയിലുള്ള ഓരോ അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്തവണ്ണം വെണ്മയായി തീർന്നു. അതെ, പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ്റെ കരം തൊടാതെയ കാര്യം നടക്കുന്നത്. ഭൂമിയിലുള്ള ഒരുവനെ കൊണ്ടും വിഭാവന പോലും ചെയ്യാത്ത നിലയിലാണ് ദൈവം അവന് കാര്യം സാധിപ്പിച്ചു കൊടുക്കുന്നത്. അവിടെ വെച്ച് ഒരരുളപ്പാട് കൂടി ഉണ്ടായി. ഞാൻ പെട്ടെന്ന് പോകുക. ഒരരുളപ്പാട് കൂടി അവിടെ ഉണ്ടായി. എന്താ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. സ്തോത്രം. ശ്രദ്ധിച്ചേ, യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് കറിയപ്പോൾ ആ പദം പറയുന്നില്ല ഇവന് ചെവി കൊടുപ്പീൻ എന്ന്. പക്ഷെ ഇവിടെ വെച്ച് അവിടെ പറയുന്നു അവന് ചെവി കൊടുപ്പിൻ. എന്താ അങ്ങനെ പറയാൻ കാരണം? മോശയും ഏലിയാവും വന്നു. കാലഘട്ടത്തിൻ്റെ 2 അതിശക്തന്മാരായ മനുഷ്യരാ. ആർക്കും അവനിലേക്ക് ചെവി കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അതുകൊണ്ട് ദൈവം തിരുത്തി, ഇനി അവർക്ക് ചെവി കൊടുക്കേണ്ട, അവരുടെ കാലഘട്ടം കഴിഞ്ഞു. അർത്ഥാൽ ന്യായപ്രമാണത്തിൻ്റെ യുഗം അവസാനിച്ചു. എന്നിട്ട് പറയുക, ഇനി ഇവൻ്റെ യുഗമാണ്, ഇവന് ചെവി കൊടുപ്പീൻ. ഞാനൊരു ദൂതിലേക്ക് കയറി വരാം. പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് പറയുമ്പോൾ പ്രൈസ് ആരൊക്കെയോ ചെവി ഇവൻ്റെ മുമ്പിൽ തുറന്ന ദൈവം വെച്ചിട്ടുണ്ട്. ചെവി തുറന്നൊരുവൻ വരുമ്പോൾ അവന് കൊടുക്കാൻ വല്ലതും വേണ്ടേ? അവന് കൊടുക്കാൻ കഥയും അഭിപ്രായവും പറഞ്ഞ കാര്യം നടക്കത്തില്ലെന്നേ.
രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ യഹോശാഫാത്ത് 2-3 രാജാക്കന്മാർ ഒരുമിച്ച് കൂടി പ്രതിസന്ധിക്കകത്ത് ചെന്നു പെട്ട സമയത്ത് പ്രൈസിൽ ഒരു കാര്യം യഹോശാഫാത്ത് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ അദ്ദേഹം ചോദിക്കുന്നത്, യഹോവയുടെ അരുളപ്പാട് ചോദിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അകമ്പടി നായകനായിരിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, ഇവിടെ ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് കിടന്നിരുന്ന ഒരു പുള്ളിക്കാരനുണ്ട്, ഏലീഷ എന്ന പേര്, അവൻ്റെ കയ്യിൽ അരുളപ്പാടുണ്ടെന്ന്. സ്തോത്രം. ദൈവമക്കളെ, ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം, ഗൗരവമുള്ള ദൂത്. ലോകത്തിന് ഇന്ന് ആവശ്യം അഭിപ്രായമല്ല, ലോകത്തിന് ഇന്ന് ആവശ്യം അഭിപ്രായം ആരായനല്ല. അഭിപ്രായം പറയാൻ ഇവിടെ ഉന്നതന്മാരുണ്ട്, വിദ്യാഭ്യാസമുള്ളവരുണ്ട്, പ്രൈസിൽ യോഗ്യന്മാരുണ്ട്. അഭിപ്രായമല്ല ദൈവഭക്തൻ്റെ അടുത്ത് വരുമ്പോൾ കേൾക്കുന്നത്, അവൻ അരുളപ്പാടാ കേൾക്കേണ്ടത്. അരുളപ്പാട് കിട്ടണമെങ്കിൽ പുസ്തകം തുറന്നു പിടിച്ചിരുന്നെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവം ഈ പുസ്തകം നൂറ്റാണ്ടുകളെ അടച്ചു വെക്കാൻ ദുഷ്ടൻ ശ്രമിച്ചിട്ടും ഇന്നും ഇതിനെ അടയ്ക്കാതെ തുറന്ന പുസ്തകം പോലെ നമ്മുടെ കയ്യിൽ തന്നതിൻ്റെ ഉദ്ദേശം എന്തെന്നറിയാമോ? നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ ചെവി തുറന്നു വെച്ച് ചിലരെ ദൈവം നമ്മുടെ അടുക്കലേക്ക് അയച്ചിട്ടുണ്ട്. അവർക്ക് വചനം കൊടുക്കണമെങ്കിൽ ആദ്യം ഞാനും നീയും പുസ്തകം തുറക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശു പുസ്തകം തുറന്നു. അതിൻ്റെ സമാപന പദമാണ് അവസാനം എഴുതിയിരിക്കുന്നത്, തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ അവരുടെ ബുദ്ധിയെ തുറന്നു. വചനം വായിക്കാൻ കണ്ണു തുറന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്, തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ, അവിടെ എഴുതിയിരിക്കുന്നൊരു ഭാഗമുണ്ട്. പ്രൈസ്, ഈ പുസ്തകം തന്നെയാണ് ദൈവമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി നിരീശ്വരവാദികൾ ഉപയോഗിക്കുന്നത്. ഈ പുസ്തകം തന്നെയാണ് ദുരുപദേശം പ്രസംഗിച്ചും പ്രചരിപ്പിച്ചും നടക്കുന്നവർ ഉപയോഗിക്കുന്നത്. ഈ പുസ്തകം തന്നെയാണ് നമ്മളും വായിച്ച് പ്രസംഗിക്കുന്നത്. എന്താ ഇതിനകത്ത് ഇവർ വായിക്കുകയും അവർ വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ വൈരുദ്ധ്യമായ സന്ദേശങ്ങളും വൈരുദ്ധ്യമായ ആശയങ്ങളും കിട്ടുന്നത്? ഒറ്റ കാര്യമുള്ളൂ, ഇതിനകത്തൊരു തിരുവെഴുത്തുണ്ട്, ഇതിനകത്തൊരു വ്യക്തിത്വമുണ്ട്, ഇതിനകത്ത് ഒരാത്മാവുണ്ട്. ഇന്ന് പകല് പറഞ്ഞ പോലെ, പുഴുവ യാക്കോബേ ഞാൻ നിന്നെ മെതിവണ്ടിയാക്കും. അതിപ്പോൾ ആര് വായിച്ചാലും അങ്ങനെ കിട്ടത്തുള്ളൂ, അല്ലേ? മലയാളി അറിയാവുന്ന ആര് വായിച്ചാലും അത് തന്നെയല്ലേ വാക്യം. ദൈവം ഇല്ലയെന്ന് പറയുന്നവനെ കൊണ്ട് ആ വാക്യം ഒന്നെടുത്ത് വായിപ്പിക്കും, അവൻ വായിക്കുമ്പോൾ വേറെ വല്ലതും വരുമോ? ഇല്ല. പക്ഷെ അതിനകത്തൊരു ആത്മീക ദൂതുണ്ട്. അത് കിട്ടണമെങ്കിൽ അതാ തിരുവെഴുത്തെന്ന് പറയുന്നത്. അത് സമയത്ത് ദൈവം നമുക്ക് തരും. നോക്കിക്കേ, ഇതിനകത്ത് നമ്മുടെ ചരിത്രവും പേരും ഒന്നും എഴുതിയിട്ടില്ല. പണ്ടാരണ്ട് പറഞ്ഞതുപോലെ, കോരിന്ത്യർക്ക് ലേഖനം എഴുതിയ കോഴഞ്ചേരിക്കാർ എന്തിനാണ് അത് വായിക്കുന്നതെന്ന് ചോദിച്ചതുപോലെ പറയും, നമ്മുടെ പേരിലൊന്നും അല്ല ഇത് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, ഇതിനകത്തൊരു തിരുവെഴുത്തുണ്ട്. ഇത് വരാനിരിക്കുന്ന തലമുറയെയും കഴിഞ്ഞുപോയ തലമുറയൊക്കെ ഒരുമിച്ച് ബന്ധിപ്പിച്ച ദൈവം എഴുതിയിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും രാവിലെ ഞാൻ പറഞ്ഞതുപോലെ ഓരോ ദിവസവും എഴുന്നേറ്റിരുന്ന് ഇത് പറുക്കാൻ തുടങ്ങുമ്പോൾ ഇതിനകത്തുള്ള തിരുവെഴുത്ത് അന്നേക്ക് വേണ്ടത് നിനക്ക് തന്നുകൊണ്ടിരിക്കും. ഇത് പിടികിട്ടണമെങ്കിൽ തമ്പുരാൻ ബുദ്ധി തുറക്കണം, തമ്പുരാൻ അകത്തൊരു തുറക്കൽ ചെയ്യണം. അതല്ലേ ലുദിയായുടെ ഹൃദയം ദൈവം തുറന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു, കടൽക്കരയിൽ ഒരുപാട് പേര് കേൾക്കാനും ഉണ്ടായിരുന്നു. പക്ഷേ തമ്പുരാൻ ഹൃദയം തുറന്ന ലുദിയ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവമക്കളെ, ഈ നാട്ടിൽ ഈ ലോകത്തെ വിദ്യാഭ്യാസമുള്ളവരും പ്രബലന്മാരും ഉന്നത കുലജാതന്മാരും കാശ് മുടക്കാൻ ആസ്തിയുള്ളവരും വേണ്ട എല്ലാം കൊണ്ടും സമർത്ഥന്മാരുമുണ്ട്. പക്ഷേ ഇത് അവർക്ക് മറച്ചു വെച്ചിട്ട് ശിശുക്കളായ നമുക്ക് വെളിപ്പെടുത്തി. ഇതാ ദൈവത്തിൻ്റെ കൃപ. എന്താ കാരണം? നമ്മുടെ ബുദ്ധിയെ ദൈവം തുറന്നു. ഇത് ബുദ്ധിയുടെ വൈഭവം കൊണ്ടല്ല, വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടല്ല, കാശിൻ്റെ കനം കൊണ്ടുമല്ല. തമ്പുരാൻ അകക്കണ്ണുകളെ തുറന്നു തന്നപ്പോൾ, ബുദ്ധിയെ തുറന്നു തന്നപ്പോൾ, വ്യർത്ഥമായ പിതൃപാരമ്പര്യങ്ങൾക്കകത്ത് മുഴുകിക്കിടന്ന നമ്മളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് സത്യവചനത്തിൻ്റെ അനുകാരികളാക്കി മാറ്റിയത് ദൈവത്തിൻ്റെ കൃപയാ. സ്തോത്രം. അതിൽ നിലനിൽക്കാൻ ദൈവം നമുക്കിടയാകട്ടെ. പ്രൈസ്. അതിനകത്ത് നിറഞ്ഞു നിന്ന് ജീവിപ്പാൻ, തുറന്ന പുസ്തകം പോലെ, തുറന്ന ജീവിതം പോലെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ തുറന്നു വച്ചിരിക്കുന്ന അനുഭവത്തിനകത്ത് നിന്ന് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഇന്ന് പകലും രാത്രിയിലും നിങ്ങളുടെ ദൈവം സംസാരിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യവും അവസരവും തന്നല്ലോ. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ച സഭയോടും ദൈവദാസനും പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവം ഈ വചനം കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പകലും രാത്രിയിലും സംസാരിച്ച ദൈവിക ദൂതുകൾ കുറിച്ചു കൊണ്ടുവന്നതല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാപിച്ചപ്പോൾ ദൈവം എനിക്ക് ഈ സഭയോട് പറയാൻ
പറഞ്ഞ ദൂതുകളാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇന്നലകളിൽ പ്രൈസ് നിങ്ങൾ കേട്ടിരിക്കുന്ന ദൂതും ഇന്ന് പകൽ നിങ്ങൾ കേട്ടിരിക്കുന്ന ദൂതും മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ തലമുറയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി വഴി തുറക്കുന്ന അനുഭവങ്ങളാക്കി മാറ്റും. കാരണം തുറക്കാൻ അധികാരമുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ. വിശ്വസിക്കാം, മറന്നു പോകരുത്. എന്നെ നിങ്ങൾ മറന്നാലും ദൂത് മറക്കരുത്. ഞാൻ ചിലപ്പോൾ വന്നേക്കാം, ഇനി വന്നില്ലെന്ന് വന്നേക്കാം, എന്തുമാകട്ടെ, പക്ഷേ ദൈവം നിങ്ങളുടെ ദൂത് നിവർത്തിക്കാൻ അധികാരമുള്ളവനാ. ദൂത് പറയാൻ പറഞ്ഞവനാ, നിവർത്തിക്കാൻ അധികാരമുള്ളവനാ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവസോടെ ക്ഷണം സ്വീകരിച്ച് കിടന്നു അനുഗ്രഹിക്കപ്പെട്ട സുഷിത കർത്താവദാസൻ ദിവസോടെ വലിയ വ്യക്തിയോട് നന്ദിയിരിക്കും. നമ്മുടെ കണ്ണുകൾ നമുക്ക് ദിവസം അടയ്ക്കാം. ഈ നല്ല രാത്രി കാലവും കർത്തൃ പാരപടത്തിലായിരിക്കാൻ, കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ, സർവശക്തനായ ദൈവത്തെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ കർത്താവ് നൽകുന്ന എല്ലാ നല്ല സാവകാശങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. കർത്താവ് തൻ്റെ വിലയിരുത്തനെ ഇന്ന് പകൽക്കാലം നമ്മൾ മതി അയച്ചു. ഇന്ന് പകൽക്കാലം രാത്രികാലവുമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യുക. നാം ഇന്ന് പകൽക്കാലം രാത്രികാലമായ ദൈവജനത്തിൻ്റെ ആഴങ്ങളിൽ നാം ശ്രദ്ധിക്കാനിടയായത് ഹല്ലേലൂയ തുറക്കപ്പെട്ട 4 കാര്യങ്ങളെ വചനം ഓർപ്പിക്കുന്നല്ലോ. 1 കല്ലറ തുറന്നു, 2 ഹല്ലേലൂയ കണ്ണ് തുറന്നു, 3 തിരുവെഴുത്ത് തുറന്നു, 4 ഹല്ലേലൂയ ബുദ്ധിയെ തുറന്നു. അതിൻ്റെ ശ്രേഷ്ഠത എന്തെന്ന്, അതിൻ്റെ ആഴമെന്തെന്ന്, അപ്രകാരം ചെയ്തതിൻ്റെ പിന്നിലെ ദൈവിക മർമ്മങ്ങൾ എന്തെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ഭക്തനെ കൂടെ നമ്മോട് കേൾപ്പിച്ചല്ലോ. ദൈവത്തിൻ്റെ ആത്മാവ് കേൾപ്പിച്ച എല്ലാ വചനങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ ദാസനെ കർത്താവ് കുടുംബമായി മാനിക്കുവാൻ, ഹല്ലേലൂയ ശുശ്രൂഷയുടെ മണ്ഡലങ്ങളെ കർത്താവ് ആദരിപ്പാൻ, അനേകർക്ക് ആശ്വാസം അനുഗ്രഹമായി നിർത്തുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. കർത്തൃഭാരപ്പെടുന്ന കർത്താവിൻ്റെ ദാസന്മാരെ ദൈവജനത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പൂർണ്ണമായി വസിക്കുന്ന, ഭാഗ്യമായി വസിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെ കർത്താവ് ബലപ്പെടുത്തുന്നതിനായി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. വിശേഷാൽ ഹല്ലേലൂയ വരുന്ന ദിവസങ്ങൾ നമ്മുടെ ജന കൺവെൻഷൻ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. സഭയായ കർത്താവ് നമ്മെ അനുഗ്രഹിപ്പാൻ, നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച നാം എല്ലാവരും ആത്മാവി സ്തോത്രത്തോടെ ദിവസമല്ലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു ദാസ കെ സാറ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു ഈ രാത്രിയിലെ മീറ്റിംഗ് അവസാനിപ്പിക്കും. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ മഹിമാസന്നിധിയോട് സഭയായി ഒരുമിച്ച് അടുത്ത് വരുവാൻ തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. അങ്ങയുടെ വിലയേറിയ ഭക്തനെ എളിയവരുടെ മധ്യത്തിൽ അയച്ച് കേൾപ്പിച്ച ദിവ്യ സന്ദേശത്തിനായി സ്തോത്രം. ദൈവമേ, ഞങ്ങൾ ആ വചനത്തിലൂടെ ശുദ്ധീകരണം പ്രാപിപ്പാൻ, ശക്തീകരണം പ്രാപിപ്പാൻ വീണ്ടും ഇന്ന് രാത്രി സഹായിക്കുവാനായി അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടഞ്ഞ കണ്ണുകളെ തുറക്കുന്ന ഞങ്ങളുടെ കർത്താവെ, ഈ ദിവസങ്ങളിൽ വീണ്ടും ഞങ്ങളുടെ ദൃഷ്ടി തുറക്കണമേ. ഉയർത്തെഴുന്നേറ്റ് തേജസ് പ്രാപിച്ച കർത്താവിനെ ആഴമേറിയ മാർമികമായ അറിവിലൂടെ ഗ്രഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ കർത്താവെ. ഈ ദിവസങ്ങൾ തിരുവെഴുത്തുകൾ, അതിൻ്റെ ആഴങ്ങൾ ഓരോ ദിവസവും അവിടുത്തെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തരും കൃപ തരുവാനായി ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. തുറക്കേണ്ട എല്ലാ മർമ്മങ്ങളെയും സ്വർഗം തുറക്കണമേ. ഉപവാസത്തോടെ അങ്ങനെ സതിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ശാരീരികവും മാനസികവും ആത്മീകമായി കർത്താവ് ബലപ്പെടുത്തുവാൻ അപേക്ഷിക്കുന്നു. സഭയെ വീണ്ടും കർത്താവ് ശുദ്ധീകരിക്കണമേ, വലിയ വിടുതൽ കൽപ്പിക്കണമേ കർത്താവേ. ഈ സഭാമണ്ഡലത്തെ ജനറൽ കൺവെൻഷന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ദൈവഭൃത്യന്മാരെ സന്ദേശവുമായി അയക്കണമേ കർത്താവേ. സ്തോത്രം. കൺവെൻഷന് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും അങ്ങ് ഒരുത്തി സഹായിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുന്ന ദൈവഭൃത്യന്മാരെ രണ്ടുപേരെയും കുടുംബമായി അനുഗ്രഹിക്കണേ. വരവനായി അടിയങ്ങളെ ഒരുക്കുവാനായി അപേക്ഷിക്കുന്നു. നാളെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന ദൈവം സഹായിക്കണം. വരവനായി ഒരുക്കുമാറാകണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിച്ച് കേൾക്കണം. സ്വർഗീയ പിതാവേ, കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുടെ നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം കൂട്ടായ്മയും കാവലും നാം ഏവരോടും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെ ഇന്നുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ രാത്രി നമുക്ക് ചെയ്യുന്ന പിതാവാം ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരയണമേ. ആമേൻ.